നമുക്ക് അതിൻ്റെ 3-4 റിസൾട്ട് കിട്ടിയാൽ മാത്രമേ വ്യക്തമായിട്ട് പറയാൻ പറ്റുള്ളൂ. പോലീസ് ചെയ്ത് നിയമപരമായിട്ടുള്ള നടപടി മാത്രമാണ്. ഒരാളെ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞിട്ട് പരാതി കിട്ടിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തു. ഈ സമാധിയായെന്നുള്ള വിവരം കിട്ടി, അന്വേഷണത്തിൽ വിവരം കിട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് സമാധി ആയതുകൊണ്ട് അത് പുറത്തെടുക്കണമെങ്കിൽ എക്സ്ഹുമേഷൻ വേണം. ജില്ലാ ഭരണകൂടത്തിൻ്റെ സാന്നിധ്യത്തിൽ എക്സ്ഹുമേഷൻ നടത്തി, ബോഡി കണ്ടെത്തി, പോസ്റ്റ്മോർട്ടം നടത്തി. എന്താണ് മരണകാരണം എന്നുള്ളത് വ്യക്തമായിട്ട് കണ്ടെത്തിയിട്ടില്ല. അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ചോദ്യം ചെയ്തു. നമസ്കാരം. ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട പ്രായം ചെന്ന ഒരാൾക്ക് ജീവൻ നഷ്ടമായി എന്ന് കുടുംബത്തിന് തോന്നിയാൽ സമുദായത്തിൻ്റെ ആചാരമാണെന്ന് പറഞ്ഞ് ആരെയും അറിയിക്കാതെ മക്കൾക്കോ ഭാര്യയ്ക്കോ അയാളുടെ ശരീരം കല്ലറയ്ക്കുള്ളിൽ അടക്കം ചെയ്യാൻ ഇന്ത്യയിലെ അല്ലെങ്കിൽ ഭാരതത്തിലെ നിയമങ്ങൾ അനുവദിക്കുന്നുണ്ടോ? നിയമം നോക്കാതെ പിതാവിൻ്റെ ആഗ്രഹപ്രകാരം മക്കളും ഭർത്താവിൻ്റെ ആഗ്രഹപ്രകാരം ഭാര്യയും വന്ധ്യവയോധികനായ ഒരു മനുഷ്യനെ ഇപ്രകാരം മറവ് ചെയ്ത ശേഷം സമാധിയാക്കിയ കഥയാണ് നെയ്യാറ്റിൻകര ഗോപൻ്റെ കഥ. പരാതികൾ ഉയർന്നു. പരാതികൾ രേഖാമൂലം തന്നെ പോലീസിൻ്റെ മുന്നിലെത്തി. നാട്ടുകാർ കൂടി, മാധ്യമങ്ങളെത്തി. ഗോപനെ സമാധിയിരുത്തിയ കുടുംബത്തിൻ്റെ അജ്ഞതയും അന്ധമായ വിശ്വാസങ്ങളും മുതലെടുക്കാൻ വേണ്ടപ്പെട്ട സംഘങ്ങളും എത്തി. പ്രശ്നം ജില്ലാ ഭരണകൂടത്തിൻ്റെ കയ്യിൽ നിന്നും കേരള ഹൈക്കോടതി കയറി. ഗോപൻ സ്വാമിയുടെ കുടുംബത്തിൻ്റെ വക്കീലും പ്രത്യക്ഷപ്പെട്ടു. സാക്ഷാൽ BJP നേതാവാണ് വക്കീൽ. വക്കീലിൻ്റെ ഉപദേശം കൊണ്ടാണോ എന്നറിയില്ല, ചോദ്യങ്ങൾ കയ്യിൽ നിൽക്കില്ല എന്ന് തോന്നുമ്പോഴൊക്കെ അമ്മയും മക്കളും ശിവഭജനം പാടി. അറ്റ കൈക്ക് അന്യമത വിദ്വേഷവും വിളമ്പി. ഗോപൻ്റെ മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് ചോദിച്ച കോടതി അന്വേഷണ നടപടികൾ തടഞ്ഞില്ല. കല്ലറ പൊളിച്ച് ഇന്ന് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തു. മരണം സ്വാഭാവികമോ അല്ലയോ എന്നറിയാൻ ആന്തരിക അവയവങ്ങളുടെ അന്തിമ രാസപരിശോധനാ ഫലം വരും വരെ കാത്തിരിക്കണം. പ്രാഥമിക പരിശോധനയിൽ ഒന്നും കണ്ടില്ല എന്ന് ആരൊക്കെയോ പറയുന്നുണ്ട്. അത് കേട്ട് കുടുംബവും പിന്നാലെയുള്ള സംഘങ്ങളും ഗോപൻ്റെ സമാധി വിപുലമാക്കാൻ ഒരുങ്ങുകയാണ്. നാട്ടിലെ നിയമ സംവിധാനത്തെ കാറ്റിൽ പറത്തിയും വർഗീയത ഇളക്കി ഗോപൻ്റെ മരണം നേട്ടമാക്കാൻ ഒരുങ്ങിയത് സംഘപരിവാർ ശക്തികളാണോ? കുടുംബത്തിൻ്റെ വക്കീലിൻ്റെ ഭാരവാഹിത്വം മറച്ചുപിടിക്കാൻ BJPക്ക് കഴിയുമോ? ഹിന്ദു സംഘടനകളോട് ആലോചിച്ചാണ് എല്ലാം ചെയ്യുന്നത് എന്ന കുടുംബത്തിൻ്റെ പ്രതികരണങ്ങൾക്ക് എന്താണ് മറുപടി? ഗോപൻ്റെ സമാധിയിലൂടെ ഉയരുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി എന്ത്? നെയ്യാറ്റിൻകര ഗോപൻ്റെ മരണം എങ്ങനെ സംഭവിച്ചു എന്നതിലെ ദുരൂഹത നീങ്ങിയോ? ചർച്ചയിൽ പങ്കെടുക്കുന്നവർ: അഡ്വക്കേറ്റ് D. സുരേഷ് കുമാർ, CPIM നേതാവ്, തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ്. നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, മനഃശാസ്ത്ര വിദഗ്ധൻ ഡോക്ടർ മോഹൻ റോയ്, വലത് സഹയാത്രികൻ മിഥുൻ വിജയകുമാർ, സാമൂഹ്യ നിരീക്ഷകൻ ഡോക്ടർ TS ശ്യാംകുമാർ എന്നിവർ. ഏറ്റവും ആദ്യം അഡ്വക്കേറ്റ് D. സുരേഷ് കുമാർ, ഗോപൻ സ്വാമിയുടെ, നെയ്യാറ്റിൻകര ഗോപൻ്റെ മരണത്തിലെ ദുരൂഹത നീങ്ങിയിട്ടുണ്ടോ? അത്തരം ഒരു പ്രചരണം നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ ചോദ്യം. ദുരൂഹത നീങ്ങിയിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ വസ്തുനിഷ്ഠമായി അഭിപ്രായം പറയേണ്ട ആളുകൾ നമ്മളല്ല. തീർച്ചയായും അതൊരു അന്വേഷണത്തിൻ്റെ പരിധിയിലാണ്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഇവിടെ ആദ്യം അന്വേഷിച്ചത് ശ്രീ ഗോപൻ സ്വാമിയുടെ തിരോധാനത്തെ കുറിച്ചാണ് പോലീസിൻ്റെ മുമ്പിൽ പരാതി വരുന്നത്. പോലീസിൻ്റെ മുന്നിൽ പരാതി എത്തിയ സന്ദർഭത്തിൽ തന്നെ അവിടെ തടിച്ചുകൂടിയ ചില ആളുകൾ അങ്ങേയറ്റം പ്രകോപനപരമായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട്, ഞാൻ ആ മുദ്രാവാക്യത്തിലേക്ക് കടക്കുന്നില്ല, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് പ്രകോപനപരമായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പോലീസിൻ്റെ അന്വേഷണത്തെ ഏത് വിധേനയും തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ കാര്യത്തെ തുടക്കം മുതൽ ചില ആളുകൾ സമീപിച്ചിട്ടുള്ളത്. നെയ്യാറ്റിൻകര താലൂക്കിലും പ്രത്യേകിച്ച് ഇവർ ആഹ്വാനം ചെയ്തു കഴിഞ്ഞാൽ കേരളത്തിലെമ്പാടുമുള്ള ഉത്തമരായ ഹിന്ദു വിശ്വാസികൾ ഈ മുൻകാലങ്ങളിലും ഇത്തരത്തിൽ വർഗീയ
വിത്ത് പാകുന്ന ഇത്തരം ചിന്താഗതികൾക്കെതിരായി അതിശക്തമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഈ സമീപ പ്രദേശത്ത് ഞാൻ ഈ സംഭവം നടന്ന ഏകദേശം 1.5 കിലോമീറ്റർ ചുറ്റളവിനകത്ത് താമസിക്കുന്ന ഒരാളാണ്. ഇവിടുത്തെ ഉത്തമരായ ഹിന്ദു വിശ്വാസികൾ ഇവരുടെ ആഹ്വാനത്തെ അർഹിച്ച അവജ്ഞയോടുകൂടി തള്ളിക്കളയുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുണ്ടായിരുന്നത്. അതുപോലെ തന്നെ തൊട്ടടുത്ത് ഈ പോലീസിൻ്റെ അന്വേഷണം വളരെ കൃത്യമായി വരും, അതിനകത്ത് നാട്ടുകാരുടെ ഇടപെടൽ ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയ ഉടൻ തന്നെ അവിടെ തടിച്ചുകൂടിയിട്ടുള്ള പൊതുപ്രവർത്തകർ, അവർ വ്യത്യസ്ത രാഷ്ട്രീയ വീക്ഷണങ്ങളുള്ള രാഷ്ട്രീയ കോണുകളിൽ നിൽക്കുന്ന ആളുകളുണ്ട്. അവരുടെ ജാതിയും മതവും അവർ പിറന്നു വീണ വംശവുമൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ വ്യക്തിപരമായി ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ ആ അവസരം മുതലെടുത്തത്. നമുക്കറിയാം, അവിടെ CPM-ൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉണ്ടായിരുന്നു, കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ഉണ്ടായിരുന്നു, മറ്റു മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരുണ്ടായിരുന്നു. ഇവരെ എല്ലാം തന്നെ അവരവരുടെ ജാതിയുടെയും മതത്തിൻ്റെയും അടയാളത്തിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവർക്കെതിരായി തിരിയുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. കള്ളപ്രചാരവേല ഒരുപക്ഷെ കേരളത്തിലായതുകൊണ്ട് മാത്രം അതിനെ മതനിരപേക്ഷത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകൾ മുഖവിലക്കെടുത്തില്ല. കള്ളപ്രചാരവേല, ഒരു അമ്പലം ആക്രമിക്കുന്നതിന് വേണ്ടി മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകൾ എത്തിച്ചേർന്നു എന്നതടക്കമുള്ള അങ്ങേയറ്റം ഹീനമായിട്ടുള്ള ഒരു സംഘപരിവാരത്തിൻ്റെ കുടിലമായ രാഷ്ട്രീയ തന്ത്രം അവിടെ പ്രയോഗിക്കപ്പെട്ടത് നമ്മളെല്ലാവരും ദൃശ്യമാധ്യമങ്ങളിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും കണ്ടതാണ്. ഇതാണ് അവിടെ ഉണ്ടായ സ്ഥിതി. നമുക്കെല്ലാവർക്കും അറിയാം അവിടെ ഉണ്ടായത് എന്താണ്. അവിടെ ഉണ്ടായത് ഒരു വയോധികനായ മനുഷ്യൻ്റെ തിരോധാനമാണ്. ആ തിരോധാനത്തെ സംബന്ധിച്ച് അന്വേഷിക്കുക. അപ്പോൾ തന്നെ മക്കൾ പറഞ്ഞ വിചിത്രമായിട്ടുള്ള വാദഗതികളൊക്കെ തന്നെ നമ്മുടെ മുമ്പേയുണ്ട്. ആ വാദഗതികൾ നിൽക്കുമ്പോൾ തന്നെ അവിടെ ആ സ്ലാബിനകത്ത് അടക്കം ചെയ്തിരുന്ന അദ്ദേഹത്തെ ഇപ്പോൾ പുറത്തെടുത്തു. അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ആ മരണം സ്വാഭാവികമാണോ അസ്വാഭാവികമാണോ എന്ന് സ്ഥിരീകരിക്കേണ്ടുന്നതിൻ്റെ ചുമതല അത് പോലീസിനും അതുപോലെ തന്നെ ബന്ധപ്പെട്ട സബ്ജക്റ്റ് എക്സ്പേർട്സുകളായിട്ടുള്ള ഡോക്ടേഴ്സിനുമൊക്കെ ഉള്ളതാണ്. ആ പരിശോധന നടന്നു വരികയാണ്. ഇന്ന് ഒരു സന്ദർഭത്തിൽ ഇന്നലെ അർദ്ധരാത്രി പോലും ആ സനന്ദനും ജയസേനൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ 2 മക്കളോടും മുഖ്യധാരാ മാധ്യമ പ്രതിനിധികൾ ചോദിക്കുമ്പോൾ ഞങ്ങൾ ഈ സ്ലാബ് പൊളിക്കാൻ അനുവദിക്കുകയില്ല എന്ന സുചിന്തിതമായ നിലപാടാണ് അവർ പറഞ്ഞത്. അവർ വെറുതെ പറഞ്ഞതല്ല, അവരെ പ്രേരിപ്പിച്ച് പറയിപ്പിച്ചതാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സാമുദായിക പിൻബലത്തിൽ ചില ആളുകൾ സംഘപരിവാര രാഷ്ട്രീയത്തിൻ്റെ ആ കുടുംബത്തിൽപ്പെട്ട സംഘടനകളുടെ നേതാക്കന്മാർ ഒക്കെ അവിടെ പറന്നെത്തി ഒരു കലാപകലുഷിത അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടി, കേരളത്തിൽ ഒരു ലഹള സംഘടിപ്പിക്കുന്നതിന് വേണ്ടി വളരെ ബോധപൂർവമായിട്ടുള്ള പരിശ്രമമാണ് നടത്തിയത്. എന്നിട്ട് വളരെ മോശപ്പെട്ട ഗീബൽസ്യൻ തന്ത്രം, ഒരു കള്ളം 100 തവണ പറഞ്ഞാൽ സത്യമായി തീരുമെന്ന ഗീബൽസ്യൻ തന്ത്രം ഇപ്പോൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടതി അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള നിലയിൽ കള്ളപ്രചാരവേല സംഘടിപ്പിക്കുകയാണ്. നമുക്കറിയാം, അവരുടെ വക്കീല് അദ്ദേഹത്തിനോട് ഞാൻ സത്യത്തിൽ വ്യക്തിപരമായി നന്ദി പറയുകയാണ്. അവർക്ക് ആ രൂപത്തിൽ നിയമോപദേശം കൊടുത്തതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സുചിന്തിതമായ ഒരു ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചത്. ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ മരണപ്പെട്ട ആളിൻ്റെ മരണ രജിസ്റ്റർ എവിടെ? ഇവിടെ മഹാന്മാരായ സന്യാസിമാർ, സ്വാമി വിവേകാനന്ദനും വളരെയധികം ഫോളോവേഴ്സുള്ള നമുക്കറിയാം മറ്റൊരുപാട് സന്യാസിമാരുമൊക്കെ മരണപ്പെടുമ്പോൾ അവരുടെ മരണം ഡോക്ടറെ കൊണ്ട് വന്ന് കൃത്യമായി സ്ഥിരീകരിച്ചിട്ട് മാത്രമാണ് ഏത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ അവരുടെ ബറിയൽ സംഘടിപ്പിക്കുന്നത് ആ ബറിയൽ കൃത്യമായി നടത്തുകയാണ് പതിവ്. ഇവിടെ ചെയ്തത് എന്താണ്? സീക്രട്ട് ബറിയൽ, രഹസ്യ ശവസംസ്കാരമാണ് നടത്തിയിട്ടുള്ളത്. വളരെ കൃത്യമായിട്ടുള്ള ഒരു കോൺസ്പിറസി അതിനകത്ത് നടന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ നമ്മുടെ സാമൂഹിക വ്യവസ്ഥിതിക്കനുസരിച്ച് ഒരു മനുഷ്യരും എത്ര ഉറ്റവരും ഉടയവരും ആളുള്ളവരും ഇല്ലാത്തവരായിരുന്നാലും ശരി, ആ സമൂഹത്തെ അറിയിച്ച് ആണ് ഒരു മരണം നടന്നു കഴിഞ്ഞാൽ ആ ശവസംസ്കാരം നടത്തുന്നത്. എന്നാൽ അങ്ങനെ നടത്താതെ, ശവസംസ്കാരം നടത്താതെ വളരെ രഹസ്യമായി അവിടുത്തെ കൗൺസിലർ, ഞാൻ തുറന്നു പറയുന്നു, അവിടുത്തെ കൗൺസിലർ അവർ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തിൻ്റെ വക്താവ് കൂടിയിട്ടാണ്. BJP പ്രവർത്തകയായിട്ടുള്ള അജിതയാണ്. അജിത പോലും ആ മരണം അറിയുന്നത് രാവിലെ 9:30 മണിക്ക് ശേഷമാണെന്ന് അജിത മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. തൊട്ടടുത്ത വീട്ടിലുള്ളവർ പോലും പോസ്റ്റർ പതിക്കുന്ന സന്ദർഭത്തിലാണ് ഈ മരണത്തെ സംബന്ധിച്ച് അറിയുന്നത്. ഈ രൂപത്തിൽ ഒരുപക്ഷെ കേരളത്തിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്ത നിലയിലുള്ള ഒരു സീക്രട്ട് ബറിയൽ നടത്തിയതിനു ശേഷം ഞങ്ങൾ ചെയ്തതെല്ലാം ശരിയാണ് എന്ന്
മക്കളും മറ്റു കുടുംബാംഗങ്ങളും പറയുകയും അവർ ചെയ്തതെല്ലാം ശരിയാണെന്ന് ഏതാനും ചില വർഗീയ വൈതാളികന്മാർ വന്നു നിന്ന് പറയുന്ന നിലയിലേക്ക് ഈ കേരളം ലജ്ജയോടുകൂടി അത് കേട്ടിരുന്നതാണ്. എന്നാൽ ഈ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന മതനിരപേക്ഷതയെ സ്നേഹിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ അർഹിച്ച അവജ്ഞയോടുകൂടി ഈ പ്രദേശത്ത് എനിക്കറിയാം ഈ ഒരു വിപത്തിനെ ഒറ്റക്കെട്ടായി രാഷ്ട്രീയത്തിനതീതമായി മതത്തിനതീതമായി ചെറുത്തു തോൽപ്പിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഒറ്റ കാര്യം കൂടെ നമുക്കറിയാം, അവിടെ മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകൾ അവരുടെ അമ്പലം ആക്രമിക്കുവാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറഞ്ഞു. ഒരു പ്രകോപനം പോലും തിരിച്ച് ഈ നാട്ടിൽ വളരെ അധികം മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിം സഹോദരങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് ബാലരാമപുരവും നെയ്യാറ്റിൻകരയും ആറാലുമൂടും വഴിമുക്കുമൊക്കെ. ഈ പ്രദേശത്ത് നിന്ന് ഒരാൾ പോലും അതിനെതിരായി ഒരു വാക്ക് ഉരിയാടാനോ അങ്ങനെ ഒരു പ്രശ്നമുണ്ടാക്കാനോ അപ്പുറത്തു നിന്നും ഇപ്പുറത്തു നിന്നും ഒരു മനുഷ്യർ പോലും ഇവരുടെ ഈ അഭിപ്രായത്തെ ചെവിക്കൊണ്ടിട്ടില്ല എന്നുള്ളത് ഈ നാടിൻ്റെ മതനിരപേക്ഷ സ്വഭാവത്തിന് അടിവരയിടുന്ന ഒരു കാര്യമാണെന്ന് കൂടി ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശരി, ഡോക്ടർ മോഹൻ റോയ്, ഈ ഒരു മരണം നമുക്കറിയാം, അത് ഇത്തരത്തിൽ ദുരൂഹമാക്കിയത്, അത് വിവാദമാക്കിയത് ആരാണ് എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ ഈ അടുത്ത കാലത്തൊന്നും കേട്ടിട്ടില്ലാത്ത വിധം ആരും അറിയാതെ ഒരു കുടുംബം സംസ്കരിക്കുകയാണ് അവിടുത്തെ ഗൃഹനാഥൻ്റെ. അദ്ദേഹം സ്വാമിയായിരിക്കാം, അദ്ദേഹം വലിയ രീതിയിൽ ദൈവഭക്തനായിരിക്കാം, അദ്ദേഹത്തിന് പല ആഗ്രഹങ്ങളും ഉണ്ടാകാം. പക്ഷേ നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥിതി അംഗീകരിക്കാത്ത രീതിയിൽ ഒരു സംസ്കാരം നടത്തിയതിന് ശേഷം ഉണ്ടായ സംഭവ വികാസങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. പക്ഷേ എന്തായാലും കോടതി പറഞ്ഞത് എന്താണെന്നുള്ളത് നമുക്കറിയാം. ആ കോടതിയിലേക്ക് പോയതും ആ കുടുംബത്തിൻ്റെ അഭിഭാഷകൻ എടുത്ത ഒരു നിലപാട് കൊണ്ട് തന്നെയാണ്. അത് അദ്ദേഹം പോസിറ്റീവായി എടുത്താണോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എന്തായാലും അദ്ദേഹം കോടതിയിൽ എത്തിച്ചതുകൊണ്ട് കോടതി ഒരു തീരുമാനത്തിലേക്ക് പോയി. അതുകൊണ്ട് ഇപ്പോൾ പോലീസിനും സംവിധാനങ്ങൾക്കും ഇറങ്ങേണ്ടി വന്നു. ഇന്നിപ്പോൾ കല്ലറ പൊളിച്ച് പോസ്റ്റ്മോർട്ടവും നടത്തിയിട്ടുണ്ട്. ദുരൂഹത നീങ്ങാൻ പോസ്റ്റ്മോർട്ടം നടത്തിയത് കൊണ്ടായോ? അതിൻ്റെ റിസൾട്ട് കൂടി വരണ്ടേ? പക്ഷേ ഇപ്പോൾ ഇതാ കണ്ടല്ലോ എല്ലാം തെളിഞ്ഞു എന്ന് പറഞ്ഞ് നാളെ ഇപ്പോൾ ഈ സമാധി വെറും സമാധിയല്ല മഹാസമാധിയാണെന്ന് പറഞ്ഞുകൊണ്ട് ചിലരൊക്കെ ഇത് വീണ്ടും വലിയ രീതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ദുരൂഹത നീങ്ങിയോ ഡോക്ടർ മോഹൻ റോയ്? എനിക്ക് തോന്നുന്നു നമ്മളെ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഈ മരിക്കാനുള്ള അവകാശം അതെങ്ങനെയാണ്, നമ്മുടെ നാട്ടിലെ ഇപ്പോൾ നിയമങ്ങൾ എങ്ങനെയാണ്, അതിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അത് നമുക്കൊന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇത്തരത്തിലുള്ള ഈ മരണമെന്ന് പറയുന്നത് നമ്മളിപ്പം അടുത്ത കാലത്ത് വന്നൊരു കണക്കുകളനുസരിച്ച് ഏറ്റവും കൂടുതൽ ആശുപത്രി മരണങ്ങൾ നടക്കുന്നത് കേരളത്തിലാണ്. യഥാർത്ഥത്തിൽ ആരോഗ്യ സംവിധാനങ്ങളുടെ ഒരു പ്രവർത്തനത്തിൻ്റെ മികവിനെ കൂട്ടി അത് കാണിക്കുക. കാരണം എങ്ങനെയാണെങ്കിലും ആശുപത്രിയിൽ എത്തിച്ചാൽ മരണം ഒഴിവാക്കാമെന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉറ്റവരും ഉടയവരും ആകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ആ ചിന്ത ഉണ്ടാകാം. അങ്ങനെ ആശുപത്രിയിൽ എത്തിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ നമുക്കറിയാലോ ആശുപത്രിയിൽ ഉണ്ടാകുന്ന പല ആക്രമണങ്ങളുടെയും പുറകിൽ തന്നെ ഒരു 88-90 വയസ്സായ ആൾക്കാർ മരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. അത്തരത്തിലുള്ള മരണകാരണം ഉറപ്പിക്കാവുന്ന ഘട്ടങ്ങളിൽ പോലും ഡോക്ടർമാർക്കെതിരായിട്ടുള്ള ആക്രമണമൊക്കെ ഈ ബന്ധുക്കളുടെ വൈകാരികമായ മരണം തടഞ്ഞു നിർത്താൻ പറ്റുന്നതല്ലേ എന്നുള്ളൊരു ചിന്തയിൽ നിന്നൊക്കെ വരും. അതുകൊണ്ടാണ് നമ്മൾ ആശുപത്രിയിൽ എത്തുന്നത്. ആശുപത്രിയിൽ ചികിത്സയുടെ ഇടയിലാണ് മരണം സംഭവിക്കുന്നത്. ഏതു ഘട്ടത്തിലാണ് ഒരു നിയമ സംവിധാനം ഇതിലേക്ക് ഇടപെടേണ്ടി വരുന്നത് എന്നുള്ളത് നമുക്ക് ഒന്ന് പരിശോധിക്കുക. അതായത് മരണകാരണം അറിയുക എന്ന് പറയുന്നത് ഏതൊരു സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് വിശാലാർത്ഥത്തിലൊരു നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു സംവിധാനത്തിന് അറിയേണ്ടതുണ്ട്. മരണകാരണം അറിഞ്ഞാൽ മാത്രമേ എന്തൊക്കെ കാരണം കൊണ്ടാണ് ആൾക്കാർ മരിക്കുന്നത് എന്നറിഞ്ഞാൽ അതൊരു പൊതുജനാരോഗ്യ പ്രശ്നമാണെങ്കിൽ അല്ലെങ്കിൽ തടയാൻ പറ്റുന്ന രോഗങ്ങളാണെങ്കിൽ രോഗകാരണങ്ങൾ കണ്ടുപിടിച്ച് അതിന് വേണ്ടി ഹെൽത്ത് ബഡ്ജറ്റിൻ്റെ ഒരു ഭാഗം മാറ്റിവെക്കുക, അതിനുവേണ്ട പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ കൊടുക്കാനും വേണ്ടിയിട്ടാണ് ഈ മരണകാരണം അറിയേണ്ടി വരിക എന്നുള്ളൊരു സംവിധാനം ഉണ്ടാകുന്നത്. അപ്പോൾ മരണകാരണം നമുക്ക് സാധാരണ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഇപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ളവർ ഡോക്ടർമാർ ഇപ്പോൾ അടുത്ത വീട്ടിലൊക്കെ ഒരാൾ വന്നിട്ട് മുതിർന്ന ഒരാളാണ് ഇത്തരത്തിൽ മരണപ്പെട്ടിരിക്കുന്നു, ഒന്ന് വന്ന് പരിശോധിക്കാമോ എന്ന് പറയുന്നു. നമ്മളപ്പോൾ മരണമാണ് സർട്ടിഫൈ ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ക്രമസമാധാന പ്രശ്നവും കൂടിയാണല്ലോ ഒരു തരത്തിൽ. അതിലേക്കാണ് ഞാൻ വരുന്നത്. മരണം നമ്മൾ സർട്ടിഫൈ ചെയ്യുന്നു, അതിനുശേഷം അവർ ചടങ്ങുകൾ നടത്തുന്നു, അത് ഡെത്ത് സർട്ടിഫിക്കറ്റ് എടുക്കുന്നു, ബാക്കി പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുന്നു. ഇതിൽ പ്രശ്നം വരുന്നത് എപ്പോഴാണ്? മരണകാരണത്തിലൊരു സംശയം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ആശുപത്രിയിലെത്തി കഴിയുമ്പോഴത്തേക്കും ഒരു പരിക്ക്, ഒരാൾ തലയടിച്ച് വീണതാണ് എന്ന് പറയുന്നത്. തലയടിച്ച് വീണതാണ് എന്ന് പറയുമ്പോൾ തള്ളിയിട്ടതാവാം, അല്ലെങ്കിൽ തലയടിച്ച് വീണതാകാം. മരണകാരണം ഡോക്ടർക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു തർക്കം ഉണ്ടാകുന്നു. അവിടെ ശരിക്കും പറഞ്ഞാൽ ഈ
മലയാളിയുടെ ഒരു ഒളിഞ്ഞു നോട്ടത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ അടുത്ത കാലത്ത് ഹിറ്റായ സൂക്ഷ്മദർശിനി എന്ന് പേരുള്ള സിനിമയിൽ പോലും ഈ സൂക്ഷ്മദർശനം തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. സ്വന്തം വീട്ടിൽ എന്താണ് നടക്കുന്നത് നമുക്കറിയില്ലെങ്കിലും അയലൊക്കത്ത് ഉള്ള വീട്ടിൽ എന്താണ് നടക്കുന്നതെന്നറിയാൻ നമുക്കൊരു ത്വര അല്പം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത വീടുകളിലേക്ക് ശ്രദ്ധിക്കുന്നു. അവിടെ ഒരു സംഭവം നടക്കുമ്പോൾ മരണമെന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഒരു സാമൂഹിക ആചാരമാണ്. അപ്പോൾ ഈ മരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ധാരാളം ചടങ്ങുകളുമൊക്കെ തന്നെ ഇപ്പം നമ്മൾ ചില ദിവസങ്ങൾക്ക് അനുസരിച്ച് ചടങ്ങുകൾ നടത്താറുണ്ട്. ചില ദിവസങ്ങളിൽ തുടർച്ചയായി അതുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ നടത്താറുണ്ട്. അതിൻ്റെ അന്ത്യത്തിൽ ഏത് മതത്തിലാണെങ്കിലും ഒരു ചടങ്ങുകൾ ഉണ്ടാവുന്നുണ്ട്. ഈ ചടങ്ങുകൾ യഥാർത്ഥത്തിൽ ഈ മരിച്ച ആളിൻ്റെ ബന്ധുക്കൾക്ക് സ്വാഭാവികമായിട്ടും അവർ കുറച്ച് ദിവസങ്ങൾക്ക് ദുഃഖവും ഉത്കണ്ഠയും ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് കുറയ്ക്കാനായി ആൾക്കാർ വരുന്നതും അവരോട് സംസാരിക്കുന്നതുമൊക്കെ അവർക്കൊരു ആശ്വാസം പകരുന്നതെന്നൊരു നല്ല വശം കൂടി ഇതിലുണ്ട്. പക്ഷേ ഒരു മരണം സംഭവിച്ച് കഴിയുമ്പോൾ ഇപ്പോൾ ഒരാൾക്കിപ്പം ഇന്ത്യയിൽ തന്നെ യഥാർത്ഥത്തിൽ ജൈനമതാചാരപ്രകാരം ഈ സന്ധാര എന്ന് പറയുന്ന മുതിർന്ന ആൾക്കാർ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിലെത്തിക്കഴിഞ്ഞു എന്ന് മനസ്സിലാകുമ്പോൾ അവർ ആഹാരവും വെള്ളവും ഉപേക്ഷിച്ച് പതിയെ പതിയെ മരണത്തിലേക്ക് പോവുകയും ഇത് ഒരു ഘട്ടത്തിൽ അത് ഇന്ത്യൻ പീനൽ കോഡിൻ്റെ 309 വകുപ്പ് വെച്ച് കേസെടുക്കാമെന്ന് പറയുകയും രാജസ്ഥാൻ ഹൈക്കോടതി അത് സമ്മതിക്കുകയും സുപ്രീം കോടതി അത് മാറ്റിവെക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ ഒരു സംശയാസ്പദമായ ഒരു സാഹചര്യത്തിൽ ഒരു മരണം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന സൂക്ഷ്മദർശിനിക്കാർ സ്വാഭാവികമായിട്ടും അടുത്തുള്ളവർ ഇടപെടും. അങ്ങനെ ഇടപെട്ട് കഴിയുമ്പോഴാണ് ഇതൊരു നിയമ സംവിധാനത്തിലേക്ക് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിലൊരു പരാതി. അപ്പോൾ ഈ കാര്യത്തിൽ ഈ ഗോപൻ സ്വാമിയുടെ കാര്യത്തിൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെയുള്ള ഒരു സംശയം നീക്കൽ വേണമല്ലോ. ആ സംശയം നീങ്ങൽ ഉണ്ടായിട്ടുണ്ടോ ഇപ്പോൾ ഇതിനകം? ഈ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞുകൊണ്ട് മാത്രം? അതെ, ആ പ്രക്രിയയിലേക്ക് ഞാൻ വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നു, സ്വാഭാവികമായിട്ടും അവിടെ എത്തുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മറ്റ് വിവാദങ്ങൾ ഉണ്ടാകുന്നു. ആ വിവാദം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ജില്ലാ ഭരണകൂടം ഇപ്പോൾ പറയുന്ന പോലെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്ന രീതിയിൽ ജില്ലാ കളക്ടർക്കും മറ്റുമൊക്കെ അവിടെ എൻഫോഴ്സിങ് ഏജൻസിയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ജില്ലാ ഭരണകൂടം അവിടെ എത്തുന്നത്. സ്വാഭാവികമായിട്ടും ഒരു നിയമപ്രശ്നത്തിലേക്ക് പോകുന്നു, കോടതിയിലെത്തുന്നു. കോടതി സ്വാഭാവികമായിട്ടും അതിൽ സംശയം പ്രകടിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ജഡ്ജ് പറയുന്നതനുസരിച്ച് ഈ ഒരു സംഭവം നടക്കുന്നു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിരിക്കുന്നു. പോസ്റ്റ്മോർട്ടത്തിൻ്റെ നേരത്തെ അതുമായി ബന്ധപ്പെട്ട SHO സംസാരിച്ച് നമ്മൾ കേട്ടതാണ്. അതിൽ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ കെമിക്കൽ അനാലിസിസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട്. അത് നടന്നു കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഒരു എന്തുകൊണ്ടാണ് മരണം സംഭവിച്ചത് എന്ന് അറിയാൻ സാധിക്കുക. കേരളത്തിൽ തന്നെ ഇത്തരം പല വിവാദമായ പല മരണങ്ങളിലും ഞാനുൾപ്പെടെ ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്ന ഒരു മരണത്തിൽ യഥാർത്ഥത്തിൽ ഇതൊരു ആത്മഹത്യയെന്ന് സംവിധാനങ്ങൾ എഴുതിയ ഒരു മരണത്തെ അത് കൊലപാതകമാണെന്ന് അതുമായി ബന്ധപ്പെട്ട ഒരു പ്രബല ഗ്രൂപ്പ് അങ്ങനെ പറയുകയും ആ കേസ് ലോക്കൽ പോലീസും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും ക്രൈം ബ്രാഞ്ചും എന്തിന് CBI വരെ അന്വേഷിച്ച് CBI പോലും ഇതൊരു ആത്മഹത്യയാണെന്ന് പറഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആൾക്കാരത് സമ്മതിക്കാതിരിക്കുകയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ നിർദ്ദേശപ്രകാരം ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുകയും ആ മെഡിക്കൽ ബോർഡും അത് ആത്മഹത്യയാണെന്ന് പറയുകയും അതിൽ ഇൻവോൾവ് ആയിരുന്ന ആൾക്കാർ സുപ്രീം കോടതി വരെ പോയ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ 5 അതിഥികളുണ്ട് ഈ ചർച്ചയിൽ. എല്ലാവരിലേക്കും ഒരേപോലെയുള്ള സമയം വരാൻ സാധിക്കുമെന്ന് കരുതുന്നില്ല ഞാൻ. അതുകൊണ്ട് തന്നെ ഒരല്പം ഒരു ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ കൂടി അതെല്ലാവരും അംഗീകരിക്കുമെന്ന് തോന്നുന്നു. ചർച്ചയുടെ പൊതു ഉദ്ദേശം പാലിച്ചുകൊണ്ട് ഞാൻ വരാം ഡോക്ടർ മോഹൻ റോയിലേക്ക്. ഡോക്ടർ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ എടുത്തുകൊണ്ട് ഞാൻ പെട്ടെന്ന് അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പിയിലേക്ക് ഒന്ന് പോവുകയാണ്. അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, നമുക്ക് ഈ പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് പുറത്തേക്ക് ഈ ദുരൂഹത നീങ്ങാൻ വേണ്ടി അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിൽ ചിലത് ഇപ്പോൾ നമുക്കറിയാവുന്ന അറിയേണ്ടത് എന്താണ്? ഒന്ന്, എപ്പോൾ മരിച്ചു, എങ്ങനെയാണ് മരിച്ചത്, അതായത് മരണകാരണം എന്താണ്? ഈ 2 കാരണങ്ങളാണ് പൊതുവെ ആദ്യം പറയുന്ന 2 കാര്യങ്ങൾ. ഇത് രണ്ടിനും ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ. അത് കിട്ടിയാൽ തന്നെ അതെപ്പോഴാണത് നമുക്ക് കൂടുതൽ ഇതിൽ ആകാംക്ഷ ഉണ്ടാകുക, ഇതിൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് എത്തി നോക്കേണ്ട സാഹചര്യം എപ്പോഴാണ് ഉണ്ടാകുക? എന്തൊക്കെയാണ് അറിയേണ്ടത്? അല്ല, ഇത് നമ്മൾ പ്രധാനമായിട്ടും നമുക്കറിയാം, ഈ മരണം പലതരത്തിലുള്ള മരണങ്ങളുണ്ട്. നോർമൽ ഡെത്ത്, അൺനാച്ചുറൽ ഡെത്ത്, കൊലപാതകം. അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കേസിൽ ഈ സംഭവത്തിൻ്റെ അറ്റൻഡിങ് ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റാൻസസ് തന്നെ ഡൂബിയസ് ആണ്, സംശയകരമാണ്. യാതൊരു സംശയവുമില്ല അക്കാര്യത്തിൽ. കാരണം ഈ നേരത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ശരിയായ രീതിയിൽ സൂചിപ്പിച്ചതുപോലെ ആരെയും അറിയിക്കാതെ, തൊട്ടടുത്ത ആളുകളെ പോലും അറിയിക്കാതെ നമ്മുടെ നാട്ടിൽ നിലവിലിരിക്കുന്ന ഒരു സ്ഥാപിതമായ ഇതെല്ലാത്തിൻ്റെയും എതിരായിട്ട് ഇത് മറവ് ചെയ്യാൻ ശ്രമിച്ചു. നമുക്കറിയാം, മൃതദേഹത്തോടെ, ഡെഡ് ബോഡിയോടെ അനാദരവ് കാണിക്കുന്നത് പോലും ക്രിമിനൽ ഒഫൻസായ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ.
കൊലപാതകം മാത്രം, ഒരു മൃതദേഹം, നോർമലായിട്ടുള്ള ഒരു മൃതദേഹത്തോട് പോലും ആരെങ്കിലും അനാദരവ് കാണിച്ചാൽ ആ അനാദരവ് ഇന്ത്യൻ ശിക്ഷാ നിയമം ഇപ്പോഴത്തെ BNS അനുശാസിക്കുന്ന നിയമത്തിന്റെ പ്രകാരം അപ്പോൾ അത്രയ്ക്ക് മൃതദേഹത്തോട് പോലും ബഹുമാനം കാണിക്കണമെന്ന് പറയുന്ന നിയമവും ഭരണഘടനയുമുള്ള ഒരു രാജ്യത്ത് ഇത്തരത്തിൽ ഒരു മൃതദേഹം ഒരാൾ മരിച്ചതിന് ശേഷം അതിനെ മടക്കി ഏതോ രീതിയിൽ വെച്ചിരുന്നു എന്നൊക്കെയുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. കോൺട്രഡിക്റ്റീവായിട്ടുള്ള മൊഴികൾ, ഇതെല്ലാം സംശയകരമാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് പോലീസ് അല്ലെങ്കിൽ പോലീസും ജില്ലാ ഭരണകൂടവും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണവുമായി, അല്ലാതെ വെറുതെ പോയതല്ല. അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ശരിവെക്കുകയും അത് പൊളിച്ചുകൊണ്ട് ആ മൃതദേഹം പുറത്തെടുക്കുവാൻ തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുക. പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ഇവിടെ ഡോക്ടറുണ്ട്. പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ എന്ത് മരണകാരണം, ടൈം ഓഫ് ഡെത്ത് അപ്രോക്സിമേറ്റ്ലി അറിയാൻ കഴിയും. മരണകാരണം എന്ത് സാഹചര്യത്തിലാണ് മരിച്ചതെന്ന് അറിയാൻ കഴിയും. അതുപോലെ തന്നെ ഈ മൃതശരീരത്തിൽ നിന്നും അതിൻ്റെ വിസ്ര എടുത്ത് പരിശോധനയ്ക്ക് അയക്കും. കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ടുണ്ട്. ഇതെല്ലാം വരുമ്പോൾ തന്നെ യാതൊരു സംശയവും വേണ്ട, ഇതിൻ്റെ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം എന്ത് സാഹചര്യത്തിലാണ് ഇയാൾ മരണപ്പെട്ടത്, അല്ലെങ്കിൽ എന്ത് അവസ്ഥയിലായിരുന്നു അദ്ദേഹം മരണപ്പെട്ടത്, അതിൻ്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ അതെല്ലാം മറന്നേക്കി പുറത്തു വരും. അത് യാതൊരു സംശയവുമില്ല അക്കാര്യത്തിൽ. എന്നാൽ ആ മരിച്ചതിന് ശേഷം പോലും, അല്ല മരിച്ചെങ്കിൽ നോർമൽ ഡെത്ത് ആയിരുന്നു, ആ നോർമൽ ഡെത്തിന് ശേഷം ആ മൃതദേഹത്തെ എങ്ങനെയാണ്, ഏതവസ്ഥയിലാണ് അങ്ങോട്ട് കൊണ്ടുപോയത്, ആ അവസ്ഥയിൽ അദ്ദേഹം അവിടെ ഈ പറയുന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അദ്ദേഹത്തിന് ജീവനുണ്ടായിരുന്നു. ഈ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതിനകത്ത് ഇപ്പോ അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, ഇപ്പോൾ ഈ കുടുംബം ഇപ്പൊ തന്നെ പറഞ്ഞിരിക്കുന്നത് മാധ്യമങ്ങളോട് ഇന്ന് വൈകുന്നേരം ഇന്ന് ഡെഡ് ബോഡിയുമായി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് പറഞ്ഞിരിക്കുന്നത്, കണ്ടല്ലോ ഞങ്ങൾ പറഞ്ഞ പോലെ എല്ലാം നടന്നു, ഇതിനകത്ത് ഒന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് ഇത് സമാധിയല്ല, അതിനപ്പുറം മഹാസമാധിയിലേക്ക് പോയിരിക്കുന്നു. നാളെ അതിനനുസരിച്ചുള്ള ഒരു ഘോഷയാത്രയോടുകൂടിയൊക്കെയാണ് അത് സമാധിയിലേക്ക് കൊണ്ടുപോവുക, വലിയ സമാധിയായി അതിനെ അവിടെ ക്രിമേഷൻ നടത്തുക അല്ലെങ്കിൽ അടക്കം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് ആ രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാറായിട്ടുണ്ടോ? അവർക്കങ്ങനെ ക്ലെയിം ചെയ്ത് പോകാറായിട്ടുണ്ടോ? അല്ല, അത്തരത്തിലുള്ള ക്ലെയിം ചെയ്യാനുള്ള യാതൊരു സാഹചര്യവും ഇപ്പോൾ പ്രൈമാഫസി ഇല്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത് തന്നെയാണ് പോലീസ് ഇപ്പോൾ നമ്മുടെ സർക്കിൾ ഇൻസ്പെക്ടറിൻ്റെ ബൈറ്റ് കണ്ടു, പോലീസിൻ്റെ നിഗമനവും അത് തന്നെയാണ്. കാരണം ഇത് ഒരു കുടുംബത്തെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണ് എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത് ഗവൺമെൻറ് അല്ല സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. ഒരു ക്രിമിനൽ ഒഫൻസ് ആരെങ്കിലും കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് സംശയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ക്രിമിനൽ ഒഫൻസ് സ്റ്റേറ്റ് എല്ലാ ആളുകളെയും റെപ്രസെൻ്റ് ചെയ്യുന്ന സ്റ്റേറ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും പോലീസിനും ഭരണകൂടത്തിനുമെല്ലാം ഇതിൻ്റെ ദുരൂഹതകൾ, അതിനകത്ത് വേറെ യാതൊരു കാര്യവുമില്ല. കാരണം സ്റ്റേറ്റിന് അല്ലെങ്കിൽ ഭരണകൂടത്തിന് എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്? ആരെയും കുറ്റപ്പെടുത്താനോ ആരെയും അവമതിപ്പിക്കാനോ വേണ്ടിയല്ല. ഇത്തരത്തിലുള്ള പ്രവണതകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ല. റൂൾ ഓഫ് ലോ പ്രിവെയിൽ ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള ഇതിന്റെ ദുരൂഹതകൾ പുറത്തു കൊണ്ടുവരണം. അത് തന്നെയാണ് സ്റ്റേറ്റ് ശ്രമിക്കുന്നത്. വളരെ വളരെ കൃത്യമാണ്. അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, ഞാൻ വരാം. മിഥുൻ വിജയകുമാർ, അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ കുടുംബത്തിന് എന്ത് എന്നുള്ളതിനപ്പുറം ആ കുടുംബത്തിന് ഇത്തരം ഒരു സാഹചര്യം ഒഴിവാക്കാമായിരുന്നു. അവർക്ക് ഇത് ആദ്യമേ തന്നെ ഈ കാര്യങ്ങൾ അവിടുത്തെ മെമ്പറെയോ മറ്റ് ആരെങ്കിലും ഒക്കെ വിളിച്ച് കാണിച്ച് ഈ കാര്യത്തിലൊരു സാക്ഷ്യപ്പെടുത്തൽ ഉണ്ടാക്കിയെടുത്തതിന് ശേഷമാണ് അവർ ഈ പിതാവിൻ്റെ ആഗ്രഹം നടപ്പിലാക്കാൻ പോയിരുന്നത് എങ്കിൽ ഒരുപക്ഷെ ഇത്രയും വിവാദമാകില്ലായിരുന്നു. അവരെ ഉപദേശിച്ച വക്കീലന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ അവർ ചില സംഘടനകളുടെ പേര് പറയുന്നുണ്ട്, ആ സംഘടനക്കാർക്ക് ഈ കാര്യത്തിൽ അവരെ ഉപദേശിക്കാമായിരുന്നു. പക്ഷേ ആ സംഘടനകൾ എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് അതങ്ങനെ വേണ്ട, ഇങ്ങനെ തന്നെ മതി എന്ന് അവരെ ഉപദേശിച്ചെന്നുള്ളത് മനസ്സിലാകുന്നില്ല. കോടതി പറഞ്ഞപ്പോൾ പോലും ആ സംഘടനകളോട് ചോദിച്ചിട്ട് പ്രതികരിക്കാം എന്നാണ് അവർ പറയുന്നത്, നമ്മളൊക്കെ കേട്ടത്. അപ്പോൾ ഇത് അവർക്ക് വേണ്ടി മാത്രമല്ല, നാളെ ആരും ഇത് ആവർത്തിക്കരുത്. ഒരാളെയും സ്വന്തം കുടുംബത്തിലെ ഒരാളെ എന്തെങ്കിലും അപായപ്പെടുത്തിയ ശേഷം ഇതുപോലെ എന്നല്ല, ഈ രീതി അവലംബിച്ചുകൊണ്ട് ഒടിച്ചു മടക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു സമുദായത്തിൻ്റെ പേര് പറഞ്ഞ് അവർക്ക് രക്ഷപ്പെടാനാകരുത്. അതിനാകണം നമ്മുടെ നിയമം. അത് ചൂണ്ടിക്കാണിക്കുന്നിടത്ത് എന്തുകൊണ്ടാണ് ഇത്തരം ചില മുറവിളികൾ, മുദ്രാവാക്യങ്ങൾ ഉണ്ടാകുന്നത്? മിഥുൻ വിജയകുമാർ. തീർച്ചയായും ഡോക്ടർ ലാൽ, ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ അവിടെ ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ
ഏതെങ്കിലും സംഘടനകളുടെ സപ്പോർട്ട് കൊണ്ട് ഒരാൾക്കും രക്ഷപ്പെടാനുള്ള ഒരവസരം കിട്ടാൻ പാടില്ല എന്ന താങ്കളുടെ വാദത്തോട് പൂർണ്ണമായി യോജിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ നടന്നിരിക്കുന്ന ഒരു ക്രൈമാണ് എന്ന് തന്നെ പറയണം. കാരണം ഇവിടെ ഗോപൻ സ്വാമി ഇപ്പം അദ്ദേഹത്തിന്റെ താല്പര്യപ്രകാരം തന്നെ സമാധി അടഞ്ഞാലും ഈ പറയുന്ന മരണം റിപ്പോർട്ട് ചെയ്യുക എന്നത് നമ്മുടെ നിയമപ്രകാരം പറയുന്ന ഒരു കാര്യമാണ്. കാരണം രജിസ്ട്രേഷൻ ഓഫ് ബർത്ത്സ് ആൻഡ് ഡെത്ത്സ് ആക്ട് 1969 പ്രകാരം ഏത് ഗോപൻ സ്വാമി ആണെങ്കിലും അവരുടെ മരണമൊക്കെ തന്നെ റെക്കോർഡിക്കലായി റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അത് നടന്നിട്ടില്ല ഇവിടെ. അത് തീർച്ചയായും ഒരു ക്രൈമിന്റെ പരിധിയിൽ തന്നെ വരുന്ന കാര്യമാണ്. ഇനിയിപ്പം പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അവിടെ എന്താ പറയുക ഒരു നാച്ചുറൽ ഡെത്ത് ആണെന്ന്. ഇനിയിപ്പം തുടർന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ പോലും നാച്ചുറൽ ഡെത്ത് ആണെന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ പോലും ഇവിടെ ആ കുടുംബം ചെയ്തിരിക്കുന്ന ഒരു ക്രൈമാണ്. കാരണം അതിനെ ഇൻഫോം ചെയ്തിട്ടില്ല, അതിന് വേണ്ട പ്രൊസീജിയേഴ്സ് അവർ എടുത്തിട്ടില്ല, ഒരു ഡോക്ടറെ സമീപിച്ചിട്ടില്ല, ഡോക്ടർ ഡെത്ത് എന്താ പറയുക സർട്ടിഫൈ ചെയ്തിട്ടില്ല. അപ്പം എങ്ങനെയാണ് അതിൽ തന്നെ മിഥുൻ, അതായത് നാച്ചുറൽ ഡെത്ത് ആണെങ്കിൽ കൂടി, അതിന് നാച്ചുറൽ ഡെത്ത് ആണെങ്കിൽ കൂടി അതിന്റെ ടൈം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ നാച്ചുറൽ ഡെത്ത് ഇൻസൈഡ് ദ ആ സ്ലാബ് അല്ലെങ്കിൽ ആ ഒരു കല്ലറയ്ക്ക് അകത്താണോ സംഭവിച്ചത് പുറത്താണോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷെ അതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. പക്ഷെ ഇവിടെ കുടുംബം ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അപ്പൊ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ചില വലതുപക്ഷ താല്പര്യമുള്ള സംഘടനകൾ ഇതിൽ നിന്നും പിന്മാറണം, അവരെ ഉപദേശിക്കണം, നിയമം എന്താണെന്ന് അവരെ പറഞ്ഞു കൊടുക്കണം. കാരണം അവർക്ക് നിയമത്തിന്റെ ഒരു അജ്ഞതയാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നമായി നിൽക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും ഹിന്ദുയിസം എന്ന് പറയുന്ന ഒരു ബ്രോഡർ സ്കോപ്പുള്ള ഒരു വലിയ ഒരു ആശയത്തെ പോലും ഇപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ എന്താ പറയാ കാര്യങ്ങൾ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില അന്ധവിശ്വാസങ്ങളുടെ പേരിൽ വിമർശിക്കപ്പെടുന്നത്. അല്ല, അതിനകത്ത് ഒരു വിയോജിപ്പോടുകൂടിയുള്ള ഒരു ചോദ്യമുള്ളത്, കഴിഞ്ഞ 2-3 ദിവസമായി ഈ കാര്യങ്ങൾ മാധ്യമങ്ങളും കേരളവും ഒക്കെ ചർച്ച ചെയ്യുന്നു. ഈ പറയുന്ന കുടുംബത്തിന്റെ വക്കീൽ എന്ന് പറയുന്നത് BJPയുടെ യുവമോർച്ചയുടെ ഒരു സമുന്നത നേതാവാണ്. അദ്ദേഹം എന്റെ ചർച്ചകളിൽ ഉൾപ്പെടെ പങ്കെടുത്തിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിന്റെ നിലപാട് കഴിഞ്ഞ 2 ദിവസങ്ങളായി അദ്ദേഹം ഉപദേശിച്ചില്ല. ഒരു മിനിറ്റ് അദ്ദേഹത്തിന്റെ നിലപാട് വളരെ ഈ കാര്യത്തിൽ ആ കുടുംബത്തെ തെറ്റായ വഴിയിലേക്ക് നയിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം പോലും അദ്ദേഹത്തെ തള്ളിപ്പറയുകയും അദ്ദേഹത്തെ പുറത്താക്കുകയും രാജ്യത്തൊരു മതസ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന രീതിയിലാണ് പെരുമാറുന്നതെങ്കിൽ യോജിച്ച നടപടി എടുക്കുകയും ചെയ്യണമായിരുന്നു. ഒന്നും കണ്ടില്ല എന്ന് മാത്രമല്ല, ചില സംഘടനകൾ ഇന്നലെ ഈ കോടതിയുടെ നിലപാടിനോടും നമ്മളൊക്കെ പറയുന്ന ഈ നിലപാടിനോട് യോജിച്ച് നിന്ന ചില സംഘടനകൾ ഇന്ന് പക്ഷേ തിരിയുന്നത് കണ്ടു. നാളെ മഹാസമാധിക്കൊപ്പം നിൽക്കുകയാണ് അവരൊക്കെ. സംഘടനകളൊക്കെ തന്നെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു ലോജിക്കൽ പോയിന്റ് ഓഫ് വ്യൂ അതിനെ കണ്ടുകൊണ്ട് വേണം സപ്പോർട്ട് ചെയ്യുക. അല്ലെങ്കിൽ അല്ലാതെ കണ്ണടച്ചുകൊണ്ട് എന്തും ഏതിനെയും ഒരു മതസ്പർദ്ധ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു മതത്തിന്റെ ആംഗിൾ കൊടുക്കുന്ന ഒരു രീതിയിലാണ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോയത്. ഇന്നലെയുള്ള അവരുടെ ഭാഗത്ത് തന്നെ ആ കുടുംബത്തിന്റെ ഭാഗത്ത് തന്നെ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ വിമർശിക്കപ്പെടേണ്ടതാണ്. അപ്പൊ ഞാൻ ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ ഒരു വിഷയം വന്നതുകൊണ്ട് ഒരു മതത്തെ തന്നെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിലുള്ള പല വാദങ്ങളും വരുന്നുണ്ട്. അല്ലെങ്കിൽ ചില സംഘടനകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതാ നോക്കൂ BJP എന്നൊക്കെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ താങ്കളെ പോലുള്ള ആളുകൾക്ക് വിമർശിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇത്. BJPയുടെ ഭാരവാഹി ആയതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട്, BJP അല്ല ഞാൻ പറഞ്ഞത്. BJPയുടെ ഭാരവാഹി ഇതിനകത്തൊരു കക്ഷിയായി നിൽക്കുമ്പോൾ BJP നടപടി എടുക്കണമായിരുന്നു. അല്ലെങ്കിൽ അത് ഒന്ന്. മറ്റു ചില വിശ്വ ഹിന്ദു സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങളുടെ പേര് ഈ കുടുംബം പറയുന്നുണ്ട്. ഞങ്ങൾ അവരോട് ചോദിച്ചിട്ടാണ് മറുപടി പറയുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അവരൊക്കെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. അതിപ്പം കാരണം ഇതിലൂടെ പഴി കേൾക്കേണ്ടി വരുന്നത് ഹിന്ദുയിസം അല്ലെങ്കിൽ ഹിന്ദുക്കൾക്കാണ്. കാരണം യഥാർത്ഥ പ്രാക്ടീസിങ് ഹിന്ദുവാണ് ഇതിലൂടെ ഈ വിഷയങ്ങൾ വരുമ്പം ഈ ചില സംഘടനകൾ കാരണം അല്ലെങ്കിൽ ചില ആളുകൾ കാരണം. ആദ്യത്തെ കാര്യമല്ലല്ലോ ഈ സംഘടനകൾ മൂലം യഥാർത്ഥ ഹിന്ദുക്കളൊക്കെ പലപ്പോഴായി പ്രതിസന്ധിയിലായിട്ടുണ്ട്. ഞാൻ വരാം മിഥുൻ, ഒറ്റ മിനിറ്റ്. നമ്മൾ തുടക്കത്തിലുള്ള ഒരു കാര്യം എടുത്തു, അതുകൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഞാനിവിടെ പറയാൻ ശ്രമിച്ചൊരു കാര്യം, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കേരള പോലീസിന് കല്ലറ പൊളിക്കുകയും അല്ലെങ്കിൽ അലക്കുകല്ല് പൊളിക്കുകയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പണിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 2023 താങ്കൾക്ക് ഓർമ്മയുണ്ടാകും, ഇതുപോലെ തന്നെ അന്ധവിശ്വാസത്തിന്റെ പേരിൽ സ്ത്രീകളെ ബലി കൊടുത്ത ഭഗവത് സിംഗ് എന്ന് പറയുന്ന CPMന്റെ ഏരിയ കമ്മിറ്റി അംഗം കൂടി ആയിരുന്ന ഒരു വ്യക്തി ചെയ്ത കൊലപാതകമൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള അന്ധവിശ്വാസം അത് ഏത് സംഘടനയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഏത് വ്യക്തിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഏത് ആശയത്തിന്റെ ഭാഗത്ത് നിന്നാണെങ്കിലും അത് എതിർക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നമ്മള് പിന്നെ താങ്കൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയ ആ ആളുകളൊക്കെ ഇപ്പൊ എവിടെ നിൽക്കുന്നു, എവിടെയാണ്, ജയിലിനകത്താണോ ഇല്ല എന്നുള്ളത് താങ്കൾക്ക് തന്നെ നോക്കിയാൽ മതി. അപ്പോ ഇത്തരത്തിലുള്ള ആളുകൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്തും അതെടുത്ത് ചൂണ്ടിക്കാട്ടുന്നത്
കൃത്യമായി നമ്മൾ നിഷ്പക്ഷമായിട്ട് ഈ കാര്യത്തെ നോക്കി കാണുകയാണോ എന്നുള്ളതും കൂടി താങ്കൾ ചിന്തിക്കാം. വരാം. താങ്കൾ എനിക്ക് രാഷ്ട്രീയത്തിന്റെ കളർ കൊടുക്കാൻ പെട്ടെന്ന് ടി എസ് നോക്കിക്കൊണ്ട് ശ്യാമിലേക്ക് ഒന്ന് പോകണം. കാരണം ടി എസ് ശ്യാം നമ്മളോടൊപ്പം രാഷ്ട്രീയത്തിന്റെ ഒരു കളർ കൊടുക്കാൻ നോക്കിക്കൊണ്ട് പറഞ്ഞതാണ്. 8:30 വരെ മാത്രമേ ഉണ്ടാവൂ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ശ്യാമിലേക്ക് ഒന്ന് പെട്ടെന്ന് പോയിട്ട് ഞാൻ വരാം മറ്റതിലേക്ക്. ശ്രീ ടി എസ് ശ്യാംകുമാർ, ക്ഷമിക്കണം, താങ്കളുടെ ഈ റൗണ്ടിൻ്റെ അവസാനം മാത്രമേ അതിൻ്റെ ഒരു ലോജിക്കലായിട്ട് വരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വന്നത്. എനിക്ക് അറിയേണ്ടത് ഇതാണ്, ഇതിനകത്തിപ്പോൾ സമാധി കടന്ന് മഹാസമാധിയിലേക്കാണ് നാളെ പോകാൻ പോകുന്നത്. മഹാസമാധി എന്താണ് സർ? സത്യത്തില് എന്താണ് പറയേണ്ടത് എന്ന് അറിയാൻ കഴിയാത്തൊരു സാഹചര്യത്തിലൂടെ നമ്മുടെ കേരള സമൂഹം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം, പറഞ്ഞോളൂ. അപ്പൊ ഈ സമാധി എന്ന് പറയുന്നത് തന്നെ എന്താണ്? സമാധി എന്ന് പറയുന്നത് നമ്മൾ പതഞ്ജലിയുടെ യോഗസൂത്രം ഒക്കെ നോക്കിയാൽ അറിയാം. സർവസംഘ പരിത്യാഗിയായ ഒരു മനുഷ്യൻ ഈ ലോകത്തോട് വൈരാഗ്യം വരുന്ന ഒരു അവസ്ഥാ വിശേഷത്തെയാണ് സമാധി എന്ന് പറയുന്നത്. പതഞ്ജലിയുടെ യോഗസൂത്രത്തിൽ എവിടെയും അത് മരണമാണെന്ന് പറയുന്നില്ല. യോഗ ചിത്തവൃത്തി നിരോധ എന്ന് പറയുന്നുണ്ട്. ചിത്തവൃത്തി നിരോധ യോഗ. അപ്പം മനസ്സിന്റെ എല്ലാ അവസ്ഥകളെയും നിരോധിച്ച് പരമമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒന്നിനെയാണ് യോഗം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. സമാധിയൊക്കെ തന്നെ പലതരത്തിലും സവികല്പ സമാധി എന്നും നിർവികല്പ സമാധി എന്നും ഒക്കെ തരംതിരിക്കുന്നുണ്ട്. അതെന്ന് പറയുന്നത് ഒരു മരണത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയൊന്നുമല്ല. പക്ഷെ നമ്മൾ ഇവിടെ പരിശോധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഇദ്ദേഹം സമാധി അടങ്ങി എന്ന് പറയുന്നത്. പക്ഷെ നമുക്കിപ്പോൾ ലഭ്യമായ വിവരം അനുസരിച്ച് ഒരു നാച്ചുറൽ ഡെത്ത് ആണെന്നാണ് പറയുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം ലഭ്യമായ വിവരങ്ങൾ ടി എസ് ശ്യാംകുമാർ ഒരു തെറ്റായ വഴിയിലേക്ക് പോകാതിരിക്കാനാണ് ഇതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇതുവരെ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഒരു വിവരവും ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ പിന്നെ നമുക്ക് ഈ ലഭ്യമായ വിവരങ്ങൾ പല മാധ്യമങ്ങളിലും സ്ക്രോൾ ചെയ്യുന്നതാണ്. അത് താങ്കൾ ദയവായി ഉദ്ധരിക്കല്ലേ എന്ന് എനിക്ക് ഇവിടെ ഒരു അപേക്ഷയുണ്ട്. ഇല്ലില്ല, അല്ല, ഞാൻ അത് തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് അന്വേഷണത്തിലിരിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് നമ്മൾ അതിലേക്ക് വിശദമായ റിപ്പോർട്ടിലേക്ക് ഒന്നും എത്തിയിട്ടില്ല. ആന്തരിക അവയവങ്ങൾ ഉൾപ്പെടെയുള്ളത് പരിശോധിക്കാനിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ലഭ്യമായ വിവരങ്ങളെന്ന് സൂചിപ്പിച്ചത്. അതുകൊണ്ടാണ് നമുക്ക് ഇന്നലെ വരെയുള്ള വിവരങ്ങളെ അറിയത്തുള്ളൂ. പോസ്റ്റ്മോർട്ടം മറ്റു കാര്യങ്ങളൊക്കെ നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. തന്നെയല്ല, ഇപ്പൊ ഇതിനെ സ്വാഭാവികവൽക്കരിക്കുന്ന ഒരു സംഭവമാണല്ലോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു മഹാസമാധിയിലേക്ക് കടക്കുകയാണ്. അങ്ങനെ മഹാസമാധിയിലേക്ക് കടക്കണമെങ്കിൽ നിലവിൽ നടന്നത് അദ്ദേഹത്തിന് സംഭവിച്ചത് ഒരു സമാധിയാണെന്ന് വരണമല്ലോ. അങ്ങനെ ഒരു അദ്ദേഹത്തിന് സംഭവിച്ചത് ഒരു സമാധിയാണെന്ന് തെളിയിക്കപ്പെട്ട ഇവിടെ. അങ്ങനെ അദ്ദേഹത്തിന് സംഭവിച്ചത് ഒരു മഹാസമാധിയാണ്. ഇതുവരെ സമാധിയാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത സ്ഥിതിക്ക് എന്താണ് മഹാസമാധി എന്ന് പറയുന്ന ആശയത്തിന് പ്രസക്തി? ഞാൻ ഒരു കാര്യം മാത്രം ഉദ്ധരിച്ചുകൊണ്ട് എന്റെ സംഭാഷണം അവസാനിപ്പിക്കാം. കേരളം കണ്ട മഹാനായ നവോത്ഥാന നായകൻ സഹോദരൻ അയ്യപ്പൻ സമാധിയെ പറ്റി 1-2 നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് സമാധി എന്ന് പറയുന്നത് സാധാരണ മനുഷ്യർ മരിക്കുമ്പോൾ ചത്തു എന്നും അന്തരിച്ചു എന്നും ഒക്കെ നമ്മൾ പറയാറുണ്ട് പൊതുവെ. അയ്യപ്പന്റെ വാക്കുകളാണ്. അപ്പൊ ചില മനുഷ്യര് അവരോടുള്ള കൂടുതൽ ബഹുമാനം കാരണമോ ആദരവ് കാരണമോ നമ്മൾ ചിലപ്പോൾ അവർ സമാധി അടങ്ങി എന്ന് പറഞ്ഞേക്കാം. പക്ഷെ എന്ന് കരുതി അവർ അന്തരിക്കാതിരിക്കുന്നില്ല എന്ന് സഹോദരൻ അയ്യപ്പൻ സമാധിയെ സംബന്ധിച്ചൊരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. ഇത് ഇക്കാര്യത്തിലും ആപ്ലിക്കബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഒരു മരണം എന്ന് പറയുന്നത് ഏതർത്ഥത്തിലാണ് സമാധി എന്ന് നമുക്ക് പറയാവുന്നത് എന്നുള്ളത് നമുക്ക് അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് അത് കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അദ്ദേഹത്തിന്റെ ഒരു മരണമാണ്. അത് ഏത് തരത്തിലുള്ള മരണമാണ് എന്നുള്ളത് ഇനി അന്വേഷിക്കേണ്ട വിഷയമാണ്. പക്ഷെ അതിരിക്കെ തന്നെ അദ്ദേഹം എങ്ങനെയാണ് മരിച്ചതെന്ന് അറിയാത്തൊരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. തന്നെയല്ല, ഏതൊരു വ്യക്തിയും മരിച്ചാൽ അത് സ്റ്റേറ്റിനെ ബോധ്യപ്പെടുത്തേണ്ട, സമൂഹം അത് അറിയേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷമുണ്ട്. അത് പൗരന് ലഭിക്കേണ്ട ആദരവിന്റെയും പൗരനോട് സ്റ്റേറ്റ് കാണിക്കേണ്ട പൗരന് സ്റ്റേറ്റുമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനപരമായ ഘടകമാണ്. അതൊന്നിരിക്കെ അദ്ദേഹത്തിന്റെ മരണം രഹസ്യമായി വെക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായ ഒരു കാര്യം. അതിവിടെ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാം തെളിഞ്ഞു എന്നും എല്ലാം അവസാനിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഇത് മഹാസമാധിയിലേക്ക് കടക്കുന്നത് ഒരർത്ഥത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെയെല്ലാം കുറ്റകൃത്യത്തെ ന്യായീകരിക്കുന്ന ഒരു പരിപാടിയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്കിത് താങ്കൾ ഇപ്പോൾ തന്നെ വൈകിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ഒരു ചെറിയ ചോദ്യം കൂടി ചോദിക്കുന്നു. വലിയ ചോദ്യമാണ്, പക്ഷെ താങ്കൾക്ക് പറയാൻ പറ്റുന്ന ചുരുക്കം വാക്കുകൾ അത് പറഞ്ഞാൽ. അതായത് ഇതിപ്പോൾ ഇന്ന് ഒരു നേതാവ് ഈ പറയുന്ന സനന്ദൻ്റെ അടുത്ത് നിന്നുകൊണ്ട് മാധ്യമങ്ങളോട് പറയുന്നുണ്ടായിരുന്നു, ഈ കണ്ടല്ലോ, ഇന്നലെ അദ്ദേഹം തിരിച്ചു പറഞ്ഞ ആളാണ്,
അത് ഇന്ന് പറഞ്ഞത് ഈ കണ്ടല്ലോ എന്തൊക്കെ വൃത്തികേടാണ് കാണിച്ചിരിക്കുന്നത്. ഈ ചമ്രം പടിഞ്ഞിരുന്ന പത്മാസനത്തിലിരുന്ന അദ്ദേഹത്തെ ഇപ്പോൾ വലിച്ച് കീറി വികൃതമാക്കി, അതായത് പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്തുകൊണ്ട്. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് ആചാരങ്ങളെയൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന സാധനമാണെന്നാണ്. ഈ ആചാരങ്ങളുമായി ഈ എന്തെങ്കിലും തരത്തിൽ ബന്ധം ഉള്ളതാണോ? ഈ ആചാരങ്ങളെയൊക്കെ വല്ലാതെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ടോ ഇത്തരത്തിലുള്ള നമ്മുടെ നിയമ സംവിധാനങ്ങളോടുള്ള ഈ താല്പര്യങ്ങൾ? നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ഹിന്ദു എന്ന് പറയുന്ന വിഭാഗങ്ങൾക്കിടയിൽ, സമുദായങ്ങൾക്കിടയിൽ ഇത്തരത്തിൽ സമാധിയിരുത്തൽ പോലെയുള്ള ചടങ്ങുകൾ ധാരാളമായി നടന്നു വരുന്നുണ്ട്. നമുക്ക് ഈ കേരളത്തിൽ തന്നെ പല സന്യാസ മഠങ്ങളുമുണ്ട്. ആ സന്യാസ മഠങ്ങളിലൊക്കെ തന്നെ സ്വാമിമാരെ സമാധി ഇരുത്തുന്ന ചടങ്ങുകൾ നടന്നു വരുന്നുണ്ട്. അതിനെതിരെ ഒന്നും ആരും പോകുന്നില്ലല്ലോ, അതിനെതിരെ സ്റ്റേറ്റ് നീങ്ങുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ്? കൃത്യമായിട്ട് മരണം രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്, അതിന് ഔദ്യോഗികമായ റെക്കോർഡുകളുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾക്കെതിരെ ശിവഗിരി മഠത്തിൽ സന്യാസിമാര് സമാധിയാകുന്നുണ്ട്, രാമകൃഷ്ണ മഠത്തിൽ സന്യാസിമാര് സമാധിയാകുന്നുണ്ട്. ഇപ്പൊ അടുത്തിടെ പത്മനാഭാശ്രമത്തിലെ ഒരു സ്വാമി സമാധിയായി. ഈ സമാധിയായി എന്ന് പറയുന്നത് എന്താണ്? അവര് മരണപ്പെട്ടതിന് ശേഷം അവരെ സമാധി ഇരുത്തുക എന്ന് പറയുന്ന ചടങ്ങ് നടക്കുന്നുണ്ട്. അതാണ് സമാധി എന്ന് പറയുന്നത്. സന്യാസിമാര് മരിക്കുമ്പോൾ, അവർ അന്തരിച്ചു കഴിയുമ്പോൾ നടത്തുന്ന ഒരു ചടങ്ങിന്റെ പേരാണ് സമാധി. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ എന്ന് പറഞ്ഞ സ്റ്റേറ്റിനെ അറിയുന്നില്ല, സമൂഹത്തിന് അറിയാൻ കഴിയുന്നില്ല. അദ്ദേഹം എന്തിനാണ് മരണപ്പെട്ടത് എന്ന് അറിയാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് അത് കുറ്റകൃത്യമായി മാറുന്നത്. ഇല്ലെങ്കിൽ അവിടെ ആചാരത്തിനും വ്യവഹാരത്തിനും എതിരെ ശിവഗിരിയിൽ സ്വാമിമാരുടെ സമാധി ചടങ്ങുകൾക്കോ, ഞാനിപ്പോ സൂചിപ്പിച്ച കേരളത്തിലെ വ്യത്യസ്തമായ മഠങ്ങളിലെ സമാധിയിരുത്തൽ ചടങ്ങുകൾക്കൊന്നും സ്റ്റേറ്റോ പോലീസോ ഇടപെടുന്നതായിട്ട് നമ്മൾ കാണുന്നില്ലല്ലോ. കാരണം എന്താണ്? മരണം കൃത്യമായിട്ട് രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവിടെ മരണം രേഖപ്പെടുത്തപ്പെട്ടില്ല എന്നുള്ളൊരു കുറ്റകൃത്യം നടന്നിരിക്കുന്നു. ആ പ്രശ്നമാണ് നമ്മളിവിടെ അഭിസംബോധന ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ, അപ്പോൾ ഇത്തരത്തിൽ മരണം കൃത്യമായി രേഖപ്പെടുത്തേണ്ട സംവിധാനങ്ങളൊക്കെ നമുക്കുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം, സാമൂഹ്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കറിയാം, സമൂഹത്തിൽ ഇടപെടുന്ന എല്ലാവർക്കും അറിയാമെന്നിരിക്കെ ഏതെങ്കിലും ഒരു കുടുംബത്തിന് അതിനെക്കുറിച്ചുള്ള ഒരു അജ്ഞതയുണ്ടെങ്കിൽ പോലും അവരെ തിരുത്തേണ്ട ഉത്തരവാദിത്തമുള്ള നിയമ വിദഗ്ധർ, വക്കീലന്മാരൊക്കെ, ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാരവാഹികളൊക്കെ, മറ്റ് സംഘടനകളുടെ ഭാരവാഹികളൊക്കെ ഇത് വളരെ നിഷ്കളങ്കമായിട്ടാണ് നേരത്തെ മിഥുൻ വിജയകുമാർ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇപ്പോൾ കേരളത്തിലെ പോലീസ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്നത് ഒരു വിമർശനം പറഞ്ഞു, പത്തനംതിട്ടയിലെ ഒരു സംഭവമൊക്കെ പറഞ്ഞുകൊണ്ട്. അതുപോലെ ഇതുപോലെ കല്ലറകൾ പൊളിക്കുന്നതാണ് ഇപ്പോഴത്തെ പരിപാടി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ള വിമർശനങ്ങൾ സർക്കാരിന് എതിരെയൊക്കെ വരികയും അതൊക്കെ നിഷ്കളങ്കമായി കാണുകയും വേണമോ? ഈ കാര്യങ്ങളൊക്കെ സംഘടനകളുടെ ഇടപെടലൊക്കെ നിഷ്കളങ്കമായി താങ്കൾ കാണുന്നുണ്ടോ? നോക്കൂ, ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ചില കാര്യങ്ങളിൽ പച്ചക്കള്ളം യാതൊരുവിധ വസ്തുതയുടെയും പിൻബലമില്ലാതെ ഇവിടെ പറയുകയുണ്ടായി. ഇലന്തൂരിലെ ഇരട്ട കൊലപാതക കേസിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മനുഷ്യക്കുരുതിയുമായി ബന്ധപ്പെട്ട് CPM-ൻ്റെ നേതാക്കന്മാർക്ക് ബന്ധമുണ്ട് എന്നൊക്കെ നിലയിൽ ഇത്തരത്തിലുള്ള ഒരു സീരിയസ് ആയി നടക്കുന്ന ഒരു ചർച്ചയ്ക്കകത്ത് വന്നു നിന്ന് പറയുന്നത് അങ്ങേയറ്റം ബാലിശമായിട്ടുള്ള വാദഗതികളാണ് എന്ന് മാത്രം പറഞ്ഞ് ഞാൻ അതിനെ അവജ്ഞയോടുകൂടി തള്ളിക്കളയുകയാണ്. ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നത് ഒരു വയോധികൻ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അവിടെ ചില നിയമപരമായ പ്രശ്നങ്ങൾ ഉരുത്തിരിക്കുന്നു. കൃത്യമായ ജനന മരണ രജിസ്റ്റർ സൂക്ഷിക്കുന്ന ഒരു നാടാണ് നമ്മുടെ നാട്. ഒരു കുട്ടി ജനിച്ചാലും ഒരാൾ മരണപ്പെട്ടാലും, അതുകൊണ്ടാണല്ലോ പ്രസക്തമായ ഹൈക്കോടതി ചോദിച്ച പ്രസക്തമായ ചോദ്യം ഇപ്പോഴും നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിലനിൽക്കുന്നത്. എവിടെ അദ്ദേഹത്തിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് എവിടെ എന്ന ഒറ്റ ചോദ്യത്തിലൂടെ ഒരു കേസ് തന്നെ അതിൻ്റെ അന്തിമമായിട്ടുള്ള തീർപ്പ് അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുകയാണ്, ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇവിടെ ഇത്തരത്തിലുള്ള വിഷയങ്ങളുണ്ടാകുമ്പോൾ കേരളത്തിൻ്റെ മണ്ണിൽ സുവർണ അവസരങ്ങൾ തേടി നടക്കുന്നത് സംഘപരിവാര നേതൃത്വത്തിൻ്റെ അവർ മുന്നോട്ട് വെക്കുന്ന, എപ്പോഴും മുന്നോട്ട് വെക്കുന്ന ഒരു ശീലമാണ്. മാറാട് കലാപത്തിൻ്റെ നാളുകളിൽ അവിടെ ഇരുവിഭാഗം തമ്മിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത സംഘർഷമുണ്ടായി, ചില ആളുകൾ കൊല ചെയ്യപ്പെട്ടു. അപ്പോഴെന്താ ഉണ്ടായത്? അന്നത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോടൊപ്പം അദ്ദേഹത്തിൻ്റെ മുന്നണിയിലെ നേതാക്കന്മാരായിട്ടുള്ള കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെ പോലും അങ്ങോട്ട് കടത്തിവിടാൻ വേണ്ടി അനുവദിക്കാത്തതിന് കാരണം പറഞ്ഞത് അവരൊരു പ്രത്യേക മതവിഭാഗത്തിൽ പിറന്നു വീണു പോയവരായതുകൊണ്ട് എന്ന ഒറ്റ കുറ്റം ചുമത്തിയാണ് അവരെ അങ്ങോട്ട് അടുപ്പിക്കാതെ
അവരെ മാറ്റി നിർത്തിക്കൊണ്ട് അവസാനം മുഖ്യമന്ത്രിക്ക് ആ വർഗീയതയുടെ തിട്ടൂരത്തിന് മുന്നിൽ കീഴടങ്ങി അവരെ മാറ്റി നിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രിക്ക് പോകേണ്ടതായി വന്നു. എന്നാൽ അത് കഴിഞ്ഞ് കേരളത്തിൻ്റെ സമാദരണീയനായ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി അവിടെ പോയി. അപ്പോഴേക്കും നമ്മുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ അവരെയും ഇക്കാരണം പറഞ്ഞുകൊണ്ട് പ്രത്യേകം മതവിഭാഗത്തിൽ പിറന്നു വീണവരാണെന്ന് പറഞ്ഞ് ഇളമരം കരീമിനെയും അതുപോലെ തന്നെ നമ്മുടെ വ്യാപാരി വ്യവസായിയുടെ നേതാവായിട്ടുള്ള അദ്ദേഹത്തെയും ഒക്കെ മാറ്റി നിർത്താൻ ആക്രോശിച്ചപ്പോൾ മാറി നിൽക്കട എന്ന് പറഞ്ഞ ആ ആക്രോശം ഇന്ന് സമൂഹത്തിൻ്റെ മുമ്പിൽ, മതനിരപേക്ഷ സമൂഹത്തിൻ്റെ മുമ്പിൽ ദൃഢമായി നിലനിൽക്കുന്നത് കൊണ്ടാണ് കേരളത്തിൻ്റെ മണ്ണിൽ ഇത്തരം വലതുപക്ഷവാദികളുടെ വിഘടനപരമായിട്ടുള്ള വാദഗതികൾ വിലപ്പോകാത്തത് എന്നത് നാം ഈ അവസരത്തിൽ വളരെ ശക്തമായി നോക്കിക്കാണേണ്ടുന്ന ഒരു കാര്യമാണ്. ഇതാണ് കേരളത്തിൽ നടക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇവിടെ ഇവർ ഇല്ലാ കഥ പ്രചരിപ്പിച്ചുകൊണ്ട് വർഗീയത നാടാകെ പടർത്തുന്നതിന് വേണ്ടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതാണൊരു സുവർണ അവസരം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചാടി വീഴാനാണ് സംഘപരിവാർ അതിൻ്റെ നേതൃത്വത്തിൻ്റെ തലച്ചോറിൽ നിന്നും ഉദിച്ച ആശയമാണ് ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാട് നടത്തിയത്. എന്നാൽ ഇവിടുത്തെ മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന സാധാരണക്കാർ, ഞാൻ പറഞ്ഞില്ല, അതിന് ഏറ്റവും മുന്നിൽ നിന്നത് ഉത്തമരായിട്ടുള്ള ഹിന്ദുമത വിശ്വാസികളാണ്. നെയ്യാറ്റിൻകര താലൂക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ അമ്പലങ്ങളുടെ നാട് എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. ഒട്ടേറെ ബൃഹത്തായിട്ടുള്ള വലിയ വിശ്വാസങ്ങളുള്ള ക്ഷേത്രങ്ങൾ ഇവിടെയുണ്ട്. ഒരുപാട് വിശ്വാസികളുള്ളൊരു നാടാണ്. എന്നാൽ ഒരു ഉത്തമനായ വിശ്വാസി പോലും ഈ അന്യായമായ നടപടിയെ, ഒരു മനുഷ്യനെ, ഒരു വയോധികനെ രഹസ്യമായി ശവസംസ്കാരം നടത്തിയ ഈ നടപടിക്ക് അനുകൂലിച്ചുകൊണ്ട് ഒരാൾ പോലും, ഒരു ഉത്തമ വിശ്വാസി പോലും കടന്നു വന്നിട്ടില്ല. വർഗീയതയുടെ വിഴുപ്പ് ഭാണ്ഡം പേറുന്ന ചില ആളുകൾ തുടക്കം മുതൽ ഈ വിഷയത്തിനകത്ത് ഇടപെട്ടുകൊണ്ട് ഈ നാട്ടിൽ അരാജകത്വം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ബോധപൂർവമായ പരിശ്രമവും കള്ളപ്രചാരവേലയും നടത്തി. എന്നാൽ ഈ നാട്ടിലെ ജനങ്ങൾ അർഹിച്ച അവജ്ഞയോടുകൂടി അത് തള്ളിക്കളയുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് എന്നത് നാം ഈ അവസരത്തിൽ ഓർക്കേണ്ടതായിട്ടുണ്ട്. പോലീസിൻ്റെ മുമ്പേ പരാതി വന്നു. പോലീസ് വളരെ കൃത്യമായി അവധാനതയോടുകൂടി ഈ വിഷയം അന്വേഷിക്കുകയും ഇപ്പോൾ ആ വിഷയത്തിൻ്റെ ഒരു ടേണിംഗ് പോയിന്റിൽ എത്തി നിൽക്കുകയും ചെയ്യുകയാണ്. അത് സ്വാഭാവിക മരണമായി തീരട്ടെ എന്നാണ് ഞങ്ങൾ സമാധാനകാംക്ഷികളായിട്ടുള്ള ആളുകൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ആദ്യമേ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള പ്രകോപനപരമായിട്ടുള്ള ഒരു പ്രവർത്തനം ഉണ്ടായി എങ്കിൽ ഇവിടുത്തെ മുഴുവൻ സംഘപരിവാര ശക്തികളും കുറച്ചുകൂടെ അവധാനതയോടുകൂടി പ്രവർത്തിക്കണ്ടേ? ഇത്തരം തിടുക്കം വേണമായിരുന്നു. ഇവിടുത്തെ മാധ്യമങ്ങൾ, ഇടതുപക്ഷത്തെയും പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ആക്രമിക്കാൻ ഒരുപെടുന്ന മാധ്യമങ്ങൾ പിണറായി സർക്കാരിൻ്റെ ഭരണകൂട ഭീകരത എന്ന തലക്കെട്ടോടുകൂടി ഇവിടെ എത്രമാത്രം ചാനൽ ചർച്ചകൾ സംഘടിപ്പിക്കുമായിരുന്നു. എന്നാൽ അതിനൊന്നും അവസരം നൽകാതെ സംസ്ഥാന ഗവൺമെൻറ്റും കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയും ജില്ലാ ഭരണകൂടവുമായി ദൈനംദിനം ഇടപെട്ടുകൊണ്ട് തികഞ്ഞ അവധാനതയോടുകൂടി ആ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ആ കുടുംബത്തെ മനസ്സിലാക്കി ആ മൃതശരീരം രഹസ്യമായി മറവ് ചെയ്ത മൃതശരീരം പുറത്തെടുത്ത് ഇന്നിപ്പോൾ അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തി അവർക്ക് തന്നെ, ബന്ധുക്കൾക്ക് തന്നെ അവരെ പറഞ്ഞു മനസ്സിലാക്കി അവരെ വിട്ടുകൊടുത്തിരിക്കുകയാണ്. അപ്പോൾ മറവിൽ നിന്ന് ആളുകൾ വീണ്ടും എടുത്ത് ചാടുകയാണ്. ഞങ്ങളിത് ആഘോഷപൂർവ്വമോ അല്ലാതെയോ അതൊക്കെ ഈ നാട്ടിൽ നേരത്തെ ചെയ്യാമായിരുന്നല്ലോ. ഈ ആഘോഷവും വിശ്വാസികളെ കൂട്ടുപിടിച്ചുകൊണ്ടും വളരെ മനോഹരമായി അദ്ദേഹത്തിൻ്റെ ശവശരീരം ഈ നാടറിയിച്ചുകൊണ്ട് മറവ് ചെയ്യാമായിരുന്നല്ലോ. ആ അവസരം ഇല്ലാതാക്കിയിട്ട് അതിന് ഈ ഉരുണ്ട് കളിക്കുകയാണ്. ചെളിയിൽ വീണയാൾ വീണ്ടും ഉരുണ്ട് കളിച്ച് ഇവിടെ ഈ നാട്ടിൽ ആഭ്യന്തര കുഴപ്പമുണ്ടാക്കുന്നതിന് വേണ്ടി, വർഗീയതകളെ ഉണ്ടാക്കുന്നതിന് വേണ്ടി ബോധപൂർവമായ ശ്രമം നടത്തുകയാണ്. അത് ഈ നാട്ടിൽ എന്തായാലും നെയ്യാറ്റിൻകര താലൂക്ക് പ്രദേശത്ത് നടപ്പിലാക്കാൻ പോകുന്നില്ല. കാരണം ഇത്തരം ആളുകളെ, ഈ കള്ളനാണയങ്ങളെ നന്നായി തിരിച്ചറിയാൻ കഴിയുന്നവരാണ് ഈ നാട്ടിലെ മതനിരപേക്ഷ സമൂഹം എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അവർ അതുകൊണ്ടാണ് യാതൊരുവിധ പ്രകോപനവും ഉണ്ടായപ്പോഴും അതിൻ്റെ പിന്നാലെ പോകാതെ നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന ഏറ്റവും സുചിന്തിതമായ തീരുമാനം കൈക്കൊണ്ടത്. ഇവിടെ വന്ന സബ് കളക്ടർ അദ്ദേഹം വളരെ തന്മയത്വമായി, വളരെ സാധാരണക്കാരനെ പോലെ ഈ നാട്ടിലെ ജനങ്ങളോട് പെരുമാറി. അദ്ദേഹത്തെ പോലും വിശേഷിപ്പിച്ചത് സബ് കളക്ടർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തൻ വന്നിരിക്കുന്നു എന്നാണ്. ഞാനതൊരു കേവലം നാവുപിഴയായി കരുതുന്നില്ല. അത് വളരെ ബോധപൂർവം ഉദ്യോഗസ്ഥരെ അടക്കം അവരുടെ മനോവീര്യത്തെ തകർത്ത് ഈ പ്രശ്നത്തെ ഒരു വലിയ വിഷയമാക്കി തീർത്ത് മുസ്ലിങ്ങളിത് അമ്പലം ആക്രമിക്കാൻ വരുന്നു എന്ന കള്ളപ്രചാരവേല നടത്തി ഈ നാട്ടിൽ നിലനിൽക്കുന്ന സമാധാന അന്തരീക്ഷം തകർക്കുക എന്ന ബോധപൂർവമായ പരിശ്രമം ഇതിൻ്റെ പിന്നിൽ
പിന്നിലുണ്ട് ശരി എന്നുള്ളത് ശരി. നാം അഡ്വക്കേറ്റ് സുരേഷ് നോക്കിക്കാണുന്നു. കുമാർ, ഞാൻ വരാം. മിഥുൻ വിജയകുമാർ, ഞാൻ മറ്റുള്ളവരിലേക്ക് വരുന്നതിന് മുമ്പ് മിഥുനിലേക്ക് ഞാൻ ഒന്ന് പോവുകയാണ്. കാരണം അദ്ദേഹം ആണ് നമ്മുടെ വലത് നിരീക്ഷകനായി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഈ മിഥുൻ വിജയകുമാർ ഈ കാര്യത്തിൽ നിഷ്കളങ്കമാണ് ഈ വലത് സംഘടനകളുടെ നിലപാട്. ബി ജെ പിയുടെയോ സംഘപരിവാർ സംഘടനകളുടെയോ ഏതെങ്കിലും സംഘടനകളെ നമ്മൾ പ്രത്യേകം എടുത്ത് പേര് പറയുകയല്ല, അവരാരെങ്കിലും എന്തെങ്കിലും ചെയ്തു എന്നല്ല. പക്ഷേ ഇതിൽ അവരുമായി ബന്ധപ്പെട്ട ആളുകൾ പ്രത്യക്ഷത്തിൽ തന്നെ ഉള്ളവരുണ്ട്, അല്ലാതെ പിന്നിൽ നിൽക്കുന്നവരുണ്ട്. ഈ ഹിന്ദു സംഘടനകളുടെ സഹായം ഞങ്ങൾക്കുണ്ട്, അവരോട് ചോദിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് ഈ കുടുംബം പറയുന്നുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ ഇവിടെ കേട്ട കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടതാണല്ലോ. ഈ മുദ്രാവാക്യം വിളിയും അന്യമത സ്പർദ്ധയുണ്ടാക്കുന്ന രീതിയിലുള്ള വിളികളും ഒക്കെ നമ്മൾ കേട്ടതാണല്ലോ പലപ്പോഴും. ഉത്തരം മുട്ടുമ്പോൾ, നിയമത്തിൻ്റെ ചോദ്യം വരുമ്പോൾ മാധ്യമപ്രവർത്തകരോട് പോലും പറയുന്നത് അത് പ്രത്യക്ഷത്തിൽ തന്നെ നമ്മൾ തകർത്തെറിയണ്ടേ? അവിടെ സർക്കാരിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, കണ്ടില്ലേ അവിടെ CPM ഒരു ബന്ധം എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ അദ്ദേഹം മറുപടി പറഞ്ഞെങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞു പോവുകയാണോ വേണ്ടത്? നമ്മൾ തികച്ചും ഇവിടെ തുറന്ന് ഈ സംഭവത്തിൽ പറയേണ്ട വലത് സംഘടനകളെ വിമർശിച്ചു തന്നെ പോകണ്ടേ? തീർച്ചയായും അവരെ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യം തുടങ്ങിയത് തന്നെ. താങ്കൾ ഇവിടെ CPM പ്രതിനിധിയോട് ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ കാര്യത്തെ ഒന്ന് വളച്ചൊടിച്ചാണ് താങ്കൾ അവിടെ പ്രസന്റ് ചെയ്തത്. ഞാനിവിടെ പറയാൻ ശ്രമിച്ച ഞാൻ ആരെയും വിമർശിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് കേരള പോലീസിന്റെ ഒരു ഗതികേടിനെ കുറിച്ചാണ്. 2023 അവർക്കൊരു അലക്കുകല്ല് പൊളിച്ചുകൊണ്ട് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഈ പറഞ്ഞ പോലെ ക്രിയാകർമ്മങ്ങൾക്ക് വിധേയമാക്കിയ സ്ത്രീകളുടെ അവശിഷ്ടങ്ങൾ കണ്ടെടുക്കേണ്ട ഗതികേടായിരുന്നെങ്കിൽ ഇന്ന് മറ്റൊരു കല്ലറ പൊളിച്ചുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടി വരുന്നത്. അത് അവരുടെ ഗതികേടായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിൽ അന്ധവിശ്വാസം വളരുന്നു എന്നൊരു കാര്യത്തെയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചത്. പക്ഷെ താങ്കൾ അതിന് മറ്റൊരു ആംഗിൾ കൊടുത്തു. ഞാനിവിടെ പറഞ്ഞ ഒരു കാര്യം, ഞാനിവിടെ കോട്ട് ചെയ്യാൻ ശ്രമിച്ചത് ഇത് CPIM-ന്റെ ഏരിയ അതിന് എന്ത് കാരണമായിട്ടാണ് താങ്കൾ കാണുന്നത്? പിണറായി വിജയന്റെ ഭരണത്തിന്റെ കുഴപ്പം കൊണ്ടാണോ, അതോ പിണറായി വിജയന്റെ ഭരണത്തിന് കീഴിൽ ഇവിടെയുള്ള മറ്റ് വലത് സംഘടനകൾ എടുത്തിരിക്കുന്ന നിലപാട് കൊണ്ടാണ്? ഇതേ സംഗതി UP-യിൽ നടന്ന യോഗിയെ കുറ്റം പറയോ? ഇതേ സംഗതി മറ്റ് നോർത്തിലെ ഏതെങ്കിലും സംസ്ഥാനത്താണ് നടന്നതെങ്കിൽ അവിടുത്തെ എന്താ പറയാ ഭരിക്കുന്ന പാർട്ടിയെ കുറ്റം പറയോ, അല്ലെങ്കിൽ മോദിയെ കുറ്റം പറയോ? ഇല്ല, അവിടെയൊക്കെ നടക്കുന്ന കാര്യങ്ങൾ ഇതുപോലെ പുറത്തു വരുന്നില്ലല്ലോ, പോലീസ് അന്വേഷിക്കുന്നില്ലല്ലോ. ഇതുപോലെ കല്ല് പൊളിച്ച് അവധാനതയോടുകൂടിയാണെങ്കിലും പോസ്റ്റ്മോർട്ടം നടത്തി കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഒരു സംവിധാനം ഇവിടെയല്ലേ നടക്കുന്നത്? അല്ലല്ല ശ്രീലാൽ, ഞാനൊരു കാര്യം പറയട്ടെ. ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ സ്റ്റേറ്റിനെ വിമർശിക്കാൻ പാടില്ല എന്നുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളർന്നു വരുന്നു, അന്ധവിശ്വാസം കേരളത്തിൽ വളരുന്നു, അതൊരു ഫാക്ടല്ലേ? ഞാൻ ഇവിടെ പറയാൻ ശ്രമിച്ചൊരു കാര്യം, ഇവിടെ CPM-ന്റെ പ്രതിനിധി അത് വളർത്തുന്നത് ആരാണ്? അത് ആരാണ് വളർത്തുന്നത്? ആരെയാണ് താങ്കൾ ഇത് തളർത്തണം, നമ്മൾ ഇവരെ പിന്നോട്ട് വലിക്കണമെന്ന് ആരെ പിന്നോട്ട് വലിക്കുന്നതിനെ കുറിച്ചാണ് താങ്കൾ ഈ പറയുന്നത്? ഗവൺമെന്റിനാണെങ്കിലും സൊസൈറ്റിക്കാണെങ്കിലും എല്ലാവർക്കും ഒരു പങ്കുണ്ട് ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ വളർത്താൻ പാടില്ല. അല്ല, അതിലാണ് ഞാൻ ചില സംഘടനകളുടെ പേരുകൾ വരെ എടുത്തു പറഞ്ഞത്. ഈ കേസിൽ ഈ കാര്യങ്ങളെ, ഈ കുടുംബത്തെ പോലും പിന്നോട്ട് വലിക്കുന്ന, കാര്യങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന, ഇവിടെ പ്രതിസന്ധി ഉണ്ടാക്കുന്ന സംഘടനകളുടെ പേര് ഞാൻ പറഞ്ഞു. ഇതിലെ വക്കീലിന്റെ ഭാരവാഹിത്വം ഏത് പ്രസ്ഥാനത്തിലാണെന്നുള്ളത് ഞാൻ പറഞ്ഞു. ഡോക്ടർ ലാൽ, കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കേൾക്കൂ. അങ്ങനെയുള്ള സംഘടനകൾ ഏതാണെങ്കിലും ഇവരെ പിന്തുണയ്ക്കുന്ന എല്ലാ സംഘടനകളും പേര് പറയാൻ താങ്കൾക്ക് എന്താണ് മടി? താങ്കളോട് ഞാൻ ആ സംഘടനകളുടെ പേര് പറയാൻ താങ്കൾക്ക് എന്താണ് മടി? ഡോക്ടർ ലാൽ, ഇവിടെ താങ്കളാണെങ്കിലും CPM പ്രതിനിധിയാണെങ്കിലും സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഞാൻ വസ്തുതാവിരുദ്ധമായ ഒരു കാര്യം കോട്ട് ചെയ്തെന്നുള്ളത്. ഞാനിവിടെ ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ ഒരു വാർത്ത കോട്ട് ചെയ്യാം. കേരള ഹ്യൂമൻ സാക്രിഫൈസ് അക്യൂസ്ഡ്, വൺ CPIM വർക്കർ ലൈക്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ വൈഫ്. മാത്രമല്ല CPM-ന്റെ ഏരിയ കമ്മിറ്റി, പത്തനംതിട്ടയിലെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി അന്ന് പറഞ്ഞൊരു കാര്യമായിരുന്നു ഭഗവത് സിംഗ് പണ്ട് പാർട്ടിയുടെ വർക്കർ ആയിരുന്നു എന്ന കാര്യം. അപ്പൊ ഞാനിവിടെ പറഞ്ഞത് വിരുദ്ധമായ കാര്യം. കുറ്റങ്ങളൊക്കെ പെടുന്നവരൊക്കെ ഏതെങ്കിലുമൊക്കെ പാർട്ടിയിൽ അംഗമായിരിക്കും. അതൊക്കെ അതാണ് ഞാൻ പറഞ്ഞത്. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴുടെ ഈ പാർട്ടിയുടെ BJP-യുടെ നല്ലൊരു ഭാരവാഹിയാണ്, ഒരു പ്രവർത്തകനല്ല, BJP-യുടെ ഭാരവാഹിയാണ് ഈ കേസിലെ വക്കീൽ. ഭാരവാഹിയായി BJP-യുടെ വക്താവായി എന്നോടൊപ്പം ചർച്ചയിൽ പങ്കെടുത്ത ആളാണ് അഡ്വക്കേറ്റ് രഞ്ജിത്ത് ചന്ദ്രൻ. അദ്ദേഹമാണ് ഇതാ ഇപ്പോൾ ഈ കാര്യത്തിൽ ഈ രീതിയിൽ ഉപദേശിക്കുന്നത്. ഞാൻ താങ്കളോട് പറഞ്ഞൊരു കാര്യം കേൾക്കൂ ഡോക്ടർ ലാൽ. ഇവിടെ കുറ്റമായി കാണാനും രാഷ്ട്രീയമായി കാണാനും പഠിക്കണം. അല്ലാതെ ഏതൊരു വിഷയത്തിലും സംഘപരിവാർ BJP എന്ന് പറയുന്നതിന് അപ്പുറത്തേക്ക് അതൊരു ക്രൈം നടന്നിട്ടുണ്ട് എന്ന് ഞാൻ ഇവിടെ പറയുന്നുണ്ട്. താങ്കൾ ഉപദേശിക്കുന്ന ആളുകളുടെ പേരും ആ പ്രസ്ഥാനത്തിന്റെ പേരും താങ്കൾക്ക് ഒരു തവണ പോലും നാവിൽ വരുന്നില്ല സാർ. താങ്കൾക്ക് ഒരു തവണ പോലും ഈ സംഘടനകളുടെ പേര് നാവിൽ വരുന്നില്ല. അതാണ് പറയുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ മരണം റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ട ഒന്നായിരുന്നു. പക്ഷെ അത് റിപ്പോർട്ട് ചെയ്തില്ല. അത് ആ ഫാമിലി അത് ചെയ്തില്ല. അവർക്ക് നിയമത്തെ കുറിച്ച് മാത്രം വെക്കണ്ട. ഫാമിലിക്ക് ഒരു വക്കീൽ ഉണ്ടായിരുന്നു. ആ വക്കീൽ ആരായിരുന്നു?
വക്കീലിന്റെ ജോലിയല്ല ചെയ്യുന്നത്. ഇവിടെ എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്, എനിക്ക് രാഷ്ട്രീയമുണ്ട്, താങ്കൾക്ക് അതെ, രാഷ്ട്രീയമുണ്ട്. വക്കീലിന്റെ രാഷ്ട്രീയം എന്താണ്? വക്കീലിന്റെ ഭാരവാഹിത്വം എന്താണ്? വക്കീലിന്റെ ഭാരവാഹിത്വം എന്താണ്? ജോലിയല്ല ചെയ്യുന്നത്. വക്കീലിന്റെ വക്കീലിന്റെ ഭാരവാഹിത്വം പണിയെടുക്കുന്നു. അതിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. വക്കീലിന്റെ പണി ചെയ്യുന്നത് വൃത്തിയായി ചെയ്യുന്നുണ്ടോ നോക്കിയാൽ മതി. അതെ, അതെ. അപ്പൊ ആ അതിൽ കുടുംബം അദ്ദേഹം പറഞ്ഞതോ, illogical ആയിട്ടുള്ള ആ കാര്യങ്ങളൊന്നും കുടുംബം പറഞ്ഞിട്ടില്ല. പറഞ്ഞതോ, അദ്ദേഹം ആ അവിടെ കുടുംബം ഈ പറഞ്ഞ പറഞ്ഞതോ, പോലെ ഈ ഈ വിഷയത്തിൽ പറയുന്ന അദ്ദേഹം ഹിന്ദു അവിടെ സംഘടനകളാണ് വളരെ എന്നെ നിലപാടെടുത്തതും ഉപദേശിച്ചത്. അതുകൊണ്ട് എനിക്ക് ഞാൻ ഈ അവരോട് പറഞ്ഞ പോലെ ചോദിക്കാം, നമുക്ക് കോടതി ഒരു ഉത്തരവ് പറയുമ്പോ, കോടതി ഒരു ഉത്തരവ് പറയുമ്പോ അപ്പം ഇവിടെ കുടുംബം നടന്നിട്ടുള്ള പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഇതിനെ ആളുകളോട് ന്യായീകരിക്കാനൊന്നും ആരും ചോദിക്കാം, ശ്രമിക്കുന്നില്ല. എനിക്ക് ഈ പക്ഷെ ഇതിന് സംഘടനകളോട് അനാവശ്യമായിട്ടുള്ളൊരു ചോദിക്കണമെന്ന്. എന്താ പറയുക, ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു ആംഗിൾ കൊടുത്തുകൊണ്ട് ഇവിടെ ഏതെങ്കിലും ഒരു മതത്തെ പ്രതികൂട്ടിലാക്കാൻ നോക്കുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. ശരി, കാരണം ഒരു മതത്തെ ശരി. വിമർശിക്കുക അഡ്വക്കേറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അഡ്വക്കേറ്റ് രാഷ്ട്രീയ പാർട്ടിയെ സുരേഷ് കുമാർ, വിമർശിക്കുക, എനിക്ക് പ്രിയദർശൻ തമ്പിയിലേക്കും മോഹൻ റോയിലേക്കും ഒന്ന് പോകുന്നതിന് മുമ്പ് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, ഈ കാര്യം നിഷ്കളങ്കമാണ് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇത്തരത്തിലുള്ള ന്യായീകരണം, അതിൽ ഒരു ഒറ്റ മിനിറ്റ് മാത്രം. അല്ല, അദ്ദേഹം പറഞ്ഞ ഒരു വാക്കിനൊരു മറുപടിയുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഒറ്റയടിക്ക് അദ്ദേഹം CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗം എന്നതിൽ നിന്നും CPM-ന്റെ അനുഭാവി എന്നോ വർക്കർ എന്നോ അദ്ദേഹം താഴെ പോകുന്നതിന് ഞാൻ അദ്ദേഹത്തെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ്. ഇത്തരത്തിൽ ക്രൈമുകളിൽ പെടുന്ന ആളുകൾ പലപ്പോഴും ഏതെങ്കിലുമൊക്കെ പാർട്ടിയുടെ പ്രകടനത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അത് CPM-ന്റെ ആളുകളെ മാത്രം തെരഞ്ഞു പിടിച്ച് അവരെ പ്രൈം അക്യൂസ്ഡാക്കി പിന്നീട് ചിത്രീകരിക്കുന്ന ഒരു പ്രവണത കേരളത്തിൽ നിലനിൽക്കുകയാണ്. നിങ്ങളെന്താ വസ്തുത മറയ്ക്കുന്നത്? ഇവിടെ ഇപ്പോൾ ഞാനൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും ഈ കാര്യത്തിനകത്ത് പ്രതിസ്ഥാനത്ത് നിർത്തണം എന്ന് ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ വസ്തുത എന്തിനാ മറച്ചു വെക്കുന്നത്? ഇന്നലെ മുതൽ രണ്ട് മക്കളുടെയും ആ വയോധികനായ ആ മനുഷ്യന്റെ രണ്ട് മക്കളുടെയും വലതുവശത്ത് നിന്ന് ആരാണ്? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോവളം നിയോജക മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായി താമര ചിഹ്നത്തിൽ മത്സരിച്ചയാളാണ്. ഇടതുവശത്ത് നിന്നത് അതിനു മുമ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാറശാല നിയോജക മണ്ഡലത്തിൽ BJPയുടെ NDA സ്ഥാനാർത്ഥിയായി താമര ചിഹ്നത്തിൽ മത്സരിച്ചയാളാണ്. വക്കീല് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം തുറന്നു പറയാൻ ഒരിക്കലും താല്പര്യം കാണിക്കുന്നില്ല. കാരണം എന്താണ്? അദ്ദേഹം വേഷം മാറി വന്നിരിക്കുകയാണ്. വേഷം മാറി വന്ന് ഇവിടെ ഇല്ലാ കഥ പ്രചരിപ്പിക്കുകയാണ്. ആ പ്രത്യേക മനസ്സോടുകൂടി നിൽക്കുന്ന ആ രണ്ട് ചെറുപ്പക്കാർ, മക്കളുടെ സ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ പറയുന്ന അതിനെ ആന ബ്ലണ്ടറായി പൊതുസമൂഹത്തിന് മുന്നിൽ ഈ വക്കീൽ അവതരിപ്പിക്കുകയാണ്. ഇന്നലെ കേസ് കൊണ്ടുപോയി നിമിഷത്ത് തന്നെ അത് തുറക്കാനുള്ള ഉത്തരവാണ് അദ്ദേഹം വാങ്ങിക്കൊണ്ട് വന്നത്. എന്നിട്ട് ഈ നാട്ടിലെ ജനങ്ങളെ കബളിപ്പിക്കുന്ന സമീപനം സ്വീകരിച്ചാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ല, എനിക്ക് ഒറ്റ കാര്യമേ ഇതിനകത്ത് പറയാനുള്ളൂ. ഞാൻ ചുരുക്കുന്നു. അത് സുവർണ അവസരം തേടി നടക്കുന്ന ആളുകൾക്ക് മുന്നിൽ ജാഗ്രതയോടുകൂടി ഈ നാട് ഉണർന്നിരിക്കേണ്ടുന്ന ഒരു സന്ദർഭമാണ് ഈ വർത്തമാന കാലഘട്ടം എന്ന് മാത്രമാണ് ഒരു എളിയ ശരി. ആ സുവർണാവസരം തേടുന്നവർക്ക് നല്ല മറുപടി കൊടുക്കണം. എനിക്ക് പ്രധാനമായി അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പിയോടും ഡോക്ടർ മോഹൻ റോയോടുമാണ് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുള്ളത്. ഡോക്ടർ മോഹൻ റോയ്, നമുക്ക് വളരെ ചുരുങ്ങിയ സമയം മാത്രം. ഈ 3 കാര്യങ്ങളാണ് ഇപ്പോൾ പരിശോധനാ ഫലം തേടുന്നത്. ഒന്ന്, ഈ ശ്വാസകോശ സ്രവങ്ങൾ എടുത്ത് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്രവങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ഭസ്മം കടന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു സൂചനയാണ്. ഹൃദയാഘാതം ഉണ്ടായതിന് കാരണം അതാണോ എന്നുള്ളത് അറിയാം എന്നാണ് പറയുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, തലയിൽ കരുവാളിച്ച പാടുകൾ ഉണ്ട് എന്നാണ്. അത് എന്തെങ്കിലും തരത്തിലുള്ള പരിക്കാണോ എന്നുള്ള പരിശോധനയാണ് മറ്റൊന്ന്. മൂന്നാമത്തത്, ഏതെങ്കിലും തരത്തിലുള്ള വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. അതിനാണ് ആന്തരിക അവയവങ്ങളുടെ പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്നത് എന്നാണ്. ഇതൊക്കെ തന്നെയാണോ? ഇത് ഏതെങ്കിലും തരത്തിൽ നമുക്ക് കൂടുതൽ വഴി കാട്ടിത്തരുമോ? തീർച്ചയായിട്ടും. നമ്മളെപ്പോഴും മരണകാരണം ആത്യന്തികമായി കണ്ടുപിടിക്കണമെങ്കിൽ ഇത്തരം മരണത്തിന് ശേഷം എടുക്കുന്ന ശരീരസ്രവങ്ങളുടെയും ശരീരഭാഗങ്ങളുടെയും രാസപരിശോധനയും വിശദമായ പത്തോളജി പരിശോധനയ്ക്ക് ശേഷമാണ് ഇത് വരുന്നതെന്നിരിക്കെ ഇത്തരത്തിലുള്ള സാധ്യതകൾ ഇതിലുണ്ട്. ഭസ്മത്തിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ അദ്ദേഹം മരണശേഷമാണോ മരണത്തിന് മുമ്പാണോ എന്നുള്ള കാര്യം പറയും. ഇപ്പം തലയിലുള്ള പാടൊക്കെ തന്നെ ഇപ്പം അവർ സമാധിയിരുത്തിയതിന് ശേഷം മുകളിലൊരു സ്ലാബ് വെച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അത് മരണശേഷമുള്ളതാണോ അല്ലാത്തതാണോ എന്നുള്ള കാര്യത്തിൽ അറിയാൻ പറ്റും. വിഷമുള്ളിൽ ചെന്നതാണോ എന്നുള്ളതും ഈ പരിശോധനയിൽ നിന്ന് അറിയാൻ പറ്റും. ഇത് ഇതോടൊപ്പം തന്നെ പറയാനുള്ള 1-2 കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ എങ്ങനെ മരിക്കണമെന്നുള്ള ഒരു അവകാശം വ്യക്തികൾക്ക് കൊടുക്കാനുള്ള ഒരു സംവിധാനം പുതുതായി. ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് കൊല്ലം മെഡിക്കൽ കോളേജിലായതുകൊണ്ടും അവിടുത്തെ ഒരു നൂതന സംരംഭമായതുകൊണ്ട് ലിവിങ് വിൽ എന്ന് പറയുന്ന, നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മരണ സമയത്ത് എന്ത് രീതിയിലാണ് നമ്മുടെ മരണത്തെ നമ്മൾ സമീപിക്കും. ഇപ്പോൾ ചില രോഗാവസ്ഥകളോ മറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളെ, ഇപ്പോൾ ചില ആൻറ്റിബയോട്ടിക്കുകൾ തരേണ്ടതുണ്ടോ വെൻറ്റിലേറ്ററിൽ കിടത്തേണ്ടതുണ്ടോ എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ഒരു സംവിധാനം
ഇപ്പോഴുണ്ട്. അതിനെക്കുറിച്ചും കൂടി ആൾക്കാർ കുറച്ചുകൂടി ബോധവാന്മാരാവേണ്ടതാണ്. കാരണം ഇത്തരത്തിൽ ഈ പറഞ്ഞോണം സൂക്ഷ്മദർശിനികളുമായി ഇരിക്കുന്ന അയൽവക്കക്കാർ പല കേസുകളിലും ഈ പറയുന്നത് പോലെ ഒരു ക്രിയാത്മകമായ ഇടപെടൽ ഉണ്ടാകുമെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാൻ ഉള്ള സാധ്യതയും കൂടി ഇതിലേക്ക് വഴി തുറന്നിരിക്കുകയാണ്. രണ്ടാമത് പറയാനുള്ളത്, ഇപ്പോൾ ഈ ബഹുമാനപ്പെട്ട ജില്ലാ ഭരണകൂടത്തിൻ്റെ പ്രതിനിധി അവിടെ ചെന്നപ്പോൾ അദ്ദേഹം കൃത്യമായി ഇടപെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്കിൻ്റെ താഴെയുള്ള കമൻറ്റുകളിൽ അദ്ദേഹത്തെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ശ്രദ്ധിച്ചാൽ അതൊരു എന്താ പറയുക, ഒരു കളക്ടർക്ക് സൗന്ദര്യമില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ അത്തരത്തിലുള്ള പുകഴ്ത്തിപ്പാടലുകളും വാഴ്ത്തുപാട്ടലുകളുമായി മാറുന്ന ഒരു സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നതെന്നുള്ളതും. അടുത്തതായി എനിക്ക് മുഖ്യധാരാ മാധ്യമങ്ങളോട് നമ്മളീ പറയുന്ന ഇത് അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടരുത് എന്ന് പറയുമ്പോഴും നാളെ നമ്മൾ മഹാസമാധി നടക്കുമെന്ന് പ്രഖ്യാപിച്ച ഈ സ്ഥലത്ത് എല്ലാ ചാനലുകളും എത്ര ലൈവ് ക്യാമറകളുമായി പുതിയ റിപ്പോർട്ടർമാരുമായി തഴക്കവും പഴക്കവും ചെന്ന റിപ്പോർട്ടർമാരുമായി എത്ര നേരം അവിടെ വിമർശനത്തോടുകൂടി തന്നെ ഞാൻ സമ്മതിക്കുന്നു. ഇന്നിപ്പോൾ പലരും ചർച്ച പോലും എടുത്തിട്ടില്ല. കാരണം അവർ പ്രാഥമിക അന്വേഷണത്തിൽ ഇത് സ്വാഭാവികമാണെന്ന് പലരും കണ്ടെത്തിയവരും ഒക്കെ ഉണ്ട്. ഞാൻ വരാം. അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, ഇപ്പോൾ ഈ പറഞ്ഞ പരിശോധനകൾക്കൊടുവിൽ ഇനി സമാധി ഇരുത്തുകയാണ് ഉണ്ടായതെങ്കിൽ ആദ്യം മരണപ്പെട്ടു, പിന്നീട് ഈ പറയുന്ന കല്ലറയ്ക്കകത്തേക്ക് കൊണ്ടുവന്ന് സമാധി ഇരുത്തുകയാണെങ്കിൽ അത് ഇരുത്താൻ വേണ്ടിയുള്ളൊരു ശ്രമമുണ്ടല്ലോ. ആദ്യമേ മരണപ്പെട്ട ഒരാളുടെ ബോഡി ആ രീതിയിലേക്ക് പത്മാസനത്തിലേക്ക് കൊണ്ടുവന്നിരുത്തുക എന്നൊക്കെ പറയുന്നത്, ഇതൊക്കെ അവരങ്ങ് ചെയ്തു എന്നാണ് പറയുന്നത്. അതിൻ്റെയൊക്കെ എക്സ്റേ ഒക്കെ എടുത്തിട്ടുണ്ടാകും. അതൊക്കെ ഏത് സമയത്തിന് മുമ്പാണ് അവിടെയൊക്കെ അതൊക്കെ സംഭവിച്ചതെന്നൊക്കെ അതിൽ കൂടെ കിട്ടുമായിരിക്കും. ഇതൊക്കെ എല്ലാം ഇവരെ ചോദ്യം ചെയ്തും പല നടപടികളിലേക്കും ഇനി പോയി തന്നെയല്ലേ കണ്ടെത്താനാകുക. അതിനു മുമ്പുള്ള ഒരു മുന്നൊരുക്കമായി അവരുടെ ഒരു മുൻകൂർ ഇടപെടലുകളായി കാണണോ ഇപ്പോഴത്തെ ചെയ്തികളൊക്കെ? അല്ല, അത് പോലീസ് എനിക്ക് തോന്നുന്നു ഈ കേസിൽ ഈ പറയുന്നത് പോലെ 2 ഡയമെൻഷൻ ഉള്ളത് കൊണ്ട് വളരെ ശ്രദ്ധയോടെ കൂടിയാണ് അന്വേഷണവുമായി മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ അവസരത്തിലും അന്വേഷണത്തിൻ്റെ അല്ലെങ്കിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെയോ അല്ലെങ്കിൽ അതിൻ്റെ ഫലങ്ങളെക്കുറിച്ച് ഒന്നും റിവീൽ ചെയ്യാൻ തയ്യാറാവാത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൻ്റെ ഈ പറഞ്ഞതുപോലെ സമതലസ്പർശിയായി ഇതിൻ്റെ എല്ലാ ആംഗിളിലും നിന്നുകൊണ്ടുള്ളൊരു ടെസ്റ്റ് നടത്തിയാൽ മാത്രമേ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയൂ. കാരണം സാധാരണ ഒരു കേസിൽ ഒരു പോസ്റ്റ്മോർട്ടം നടത്തിയാൽ എത്ര ആൻറ്റിമോർട്ടം ഇഞ്ചുറീസ് ഉണ്ട്, കോസ് ഓഫ് ഡെത്ത് എന്താണ് എന്നൊക്കെ നമുക്ക് അറിയാൻ കഴിയും. പക്ഷേ ഈ കേസിൽ ആ ഒരു പോസ്റ്റ്മോർട്ടം മാത്രമല്ല, കാരണം പോസ്റ്റ്മോർട്ടം ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാകും എങ്കിൽ അതിൻ്റെ ഒരു ഫൈൻഡിങ് വെച്ച് കൊണ്ട് മാത്രം ഒരു കംപ്ലീറ്റ് കൺക്ലൂഷൻ, ഈ കേസിൻ്റെ സ്വാഭാവികമായ ഒരു കംപ്ലീറ്റ് ഒരു കൺക്ലൂഷനെ എത്താൻ കഴിയില്ല. മറ്റ് ടെസ്റ്റുകൾ കൂടി നടത്തണം. അപ്പോൾ ഈ വിഷാംശമുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ അന്ന് സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്നത് പോലെ അതിന് അകത്തേക്ക് കൊണ്ടുപോയതിനു ശേഷം ഉണ്ടായിരിക്കുന്ന പ്രക്രിയയെക്കുറിച്ച് മനസ്സിലാക്കണം. ഈ ടെസ്റ്റുകളുടെ എല്ലാം സമ്പൂർണമായ ഒരു റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം ഒരു മെഡിക്കൽ ബോർഡ് എന്ന പോലെയുള്ള ഒരു അവലോകനത്തിന് ശേഷം മാത്രമേ ഇതിൽ എന്താണ് സംഭവിച്ചു എന്നുള്ളൊരു കൺക്ലൂസീവായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ ഈ ജില്ലാ ഭരണകൂടത്തിനും പോലീസിനും എന്ന് തോന്നുന്നു. എസ്പെഷ്യലി ഹൈക്കോടതി ഉൾപ്പെടെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ തന്നെ ഇടപെട്ട ഒരു കേസായതുകൊണ്ട് അത്ര സൂക്ഷ്മതയോടെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നുകൊണ്ട് തന്നെയാണ് പോലീസ് ഇപ്പോൾ എന്താണ് ഇതുവരെയുള്ള ഇൻപുട്സ് എന്നതിനെക്കുറിച്ച് അവർ റിവീൽ ചെയ്യുന്നില്ല എന്നുള്ളത് അന്വേഷണത്തിൻ്റെ ഭാഗമാണത്. കാരണം ഇപ്പോൾ ഒരു പോസ്റ്റ്മോർട്ടം ഫൈൻഡിങ് വെച്ചുകൊണ്ട് മാത്രം ഇതെല്ലാം ക്ലിയർ ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മറ്റ് അന്വേഷണത്തിൻ്റെയും മറ്റ് കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ടുകളുടെയും കൂടി ഫലം വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതെല്ലാം വന്നതിന് ശേഷം എൻ്റെ കറക്റ്റ് പിക്ചർ നമുക്ക് കിട്ടും. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ഇത്തരത്തിലുള്ള മരണമാകണം എന്ന് ആശിക്കുന്ന ആളുകളൊന്നുമല്ല നമ്മളെല്ലാവരും തന്നെ അങ്ങനെയൊന്നും സംഭവിക്കരുത് എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആളുകളാണ്. കാരണം ഇത്തരത്തിലുള്ള അനാചാരങ്ങൾ ആയാലും ശരി, ഇപ്പോൾ എന്താണ് സമാധി എന്നതിനെക്കുറിച്ച് വളരെ ശരിയായ രീതിയിൽ നമ്മുടെ ഒരു പാനലിസ്റ്റ് ഇവിടെ പറയുകയുണ്ടായി. കാരണം നമുക്കറിയാം ചില ബിഷപ്പുമാർ മരിച്ചാൽ അവർ കാലം ചെയ്തു എന്നാണ് പറയുന്നത്, രാജാവ് നാട് നീങ്ങി എന്ന് പറയാറുണ്ട്. എന്ന് പറയുന്നത് പോലെ സമാധി എന്ന് പറയുന്ന ഒരു വാക്ക് പ്രതൂരാത്മകമായി പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. അതല്ലാതെ ഒരാൾ അവിടെ ഇരുന്നു കൊണ്ട് ഈ പീഠത്തിൽ അതല്ല. അപ്പോൾ തെറ്റായ ഇൻ്റർപ്രട്ടേഷനുകൾ കൊണ്ടുവരിക, തെറ്റായ പ്രയോഗങ്ങൾ കൊണ്ടുവരിക, തെറ്റായ കീഴ്വഴക്കങ്ങൾ കൊണ്ടുവരിക, അങ്ങനെയൊക്കെ കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ സമൂഹത്തെ അബദ്ധജടിലമായ
പഴയ കാലത്തേക്ക് വീണ്ടും പിറകോട്ട് വലിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന വളരെ ഗൂഢമായ ചില ലക്ഷ്യങ്ങൾ, ചില മാർക്കറ്റിംഗ് ലക്ഷ്യങ്ങൾ, ചില മതലക്ഷ്യങ്ങൾ, മൾട്ടിപ്പിൾ ലക്ഷ്യങ്ങളെല്ലാം ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആ ലക്ഷ്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പോലീസും ജില്ലാ ഭരണകൂടവും വളരെ കൃത്യമായ രീതിയിലുള്ള അന്വേഷണം യാതൊരു ബയസ്ഡുമില്ലാതെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഞാൻ സബ് കളക്ടർ അദ്ദേഹം അവിടെ ഫുൾ ടൈം ഉണ്ടായിരുന്നു, നമ്മൾ മീഡിയയിലൂടെ കണ്ടതാണ്. ഈ 24 മണിക്കൂറും ആ സ്പോട്ടിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇതിന് കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം നമുക്കൊറ്റ കാര്യമേ നമുക്കെല്ലാം പ്രത്യാശയുള്ളൂ. ഇതിൻ്റെ എല്ലാം സംശയത്തിൻ്റെ പുകമറയെല്ലാം പുറത്തു വന്നുകൊണ്ട് യഥാർത്ഥ പിക്ചർ എന്താണ് സംഭവിച്ചതെന്നുള്ള പിക്ചർ സമൂഹത്തിന് അറിയാനുള്ള ബാധ്യത നമ്മുടെ കേരള സമൂഹത്തിനുണ്ട്. തീർച്ചയായും നമുക്കത് അറിഞ്ഞേ പറ്റൂ. ഒരു 30 സെക്കൻഡ് മിഥുനിലേക്കും 30 സെക്കൻഡ് സുരേഷിലേക്കും വരികയാണ്. 30 സെക്കൻഡ് മിഥുൻ, നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണം. നമുക്കൊരു ഇന്ത്യൻ പൗരനായി മുന്നോട്ട് ജീവിച്ച് പോകണമെങ്കിൽ, നിയമം അനുസരിച്ച് പോകണമെങ്കിൽ അതിന് ഞാൻ തുടക്കത്തിൽ ചോദിച്ചു അതിലേക്ക് തന്നെ വരുന്നു. തടസ്സം നിൽക്കാൻ പാടില്ലാത്ത സംഘടനകളാണ് വരേണ്ടത് എന്നുള്ളത്. അവരുടെ ഇടപെടലിനെ ഏത് രീതിയിലാണ് തടുക്കാനാകുക? എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ നിയമത്തെ അനുസരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സംഘടനകളെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാമല്ലോ. അല്ല, ഇവിടെ ശരിക്കും വേണ്ട ഒരു അവയർനെസ് ആണ്. കാരണം ഒരു രാജ്യത്ത് ഒരു മതമോ അല്ലെങ്കിൽ വിശ്വാസമോ ആചാരമോ അല്ല, ആ രാജ്യത്തെ നിയമം തന്നെയാണ് എല്ലാത്തിനും മുകളിൽ നിൽക്കുന്നത് എന്നൊരു ബേസിക് അവയർനെസ് എല്ലാവർക്കും ഉണ്ടെങ്കിൽ, അത് ഈ പറഞ്ഞ സംഘടനകൾക്ക് അതില്ല എന്നാണോ മിഥുൻ പറയുന്നത്? അല്ല, അവരെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കത് ഇല്ല എന്ന് തന്നെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ വലത് ഇടത് അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയം കണ്ടുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്. അത് ഏത് സംഘടനയാണെങ്കിലും അങ്ങനെയുള്ള വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ഏത് കാലത്താണെങ്കിലും അങ്ങനെ ഈ സംഘടനകൾക്കൊക്കെ താങ്കൾ നേരത്തെ പറഞ്ഞ സംഘടനകൾക്ക് സുവർണാവസരം തേടലാണോ അതോ അവരുടെ അറിവില്ലായ്മയാണോ? 30 സെക്കൻഡ് മാത്രം. തങ്ങൾ പ്രതിസ്ഥാനത്തെത്തുമ്പോൾ ഇതിനകത്ത് രാഷ്ട്രീയം വേണ്ട എന്ന് തീരുമാനിക്കുന്ന രീതി ശരിയല്ല. തങ്ങൾ പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ തങ്ങളുടെ ആളുകൾ അവിടെ എത്തപ്പെടുമ്പോൾ അവരെ അതിൽ നിന്ന് മാന്യതയെങ്കിലും സാമാന്യ മര്യാദയെങ്കിലും കാണിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഇവിടുത്തെ ഒരു പ്രശ്നം, നാളെ വലിയ മഹോത്സവമായി ഒരു ആഘോഷമായി ആ ശവസംസ്കാരം നടത്താൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ആദ്യം പറഞ്ഞു വെച്ച ചില വാദങ്ങൾ ഇവർ തന്നെ ആവർത്തിച്ച് പറഞ്ഞത് ഗ്രാമമുഹൂർത്തവും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചുള്ള ചേതനയും അതുപോലെ ഈ മുഹൂർത്തം തെറ്റാതെ ഈ കാര്യങ്ങൾ ചെയ്യണമെന്നും ഒരാൾ പോലും കാണാതെ വേണം ഇത് ഈ ശവസംസ്കാരം നടത്തേണ്ടതെന്നും ഒക്കെ പറഞ്ഞ വിചിത്രമായ വാദഗതികൾ ഇപ്പോൾ ഈ തൊട്ടടുത്ത നിമിഷത്തിൽ ഈ പറയുന്ന ആളുകൾ, മൈക്ക് പിടിച്ചു വാങ്ങി പറയുന്ന ആളുകൾക്ക് അവരേത് ലോകത്താണ് ജീവിക്കുന്നത്? മാത്രം ഞാൻ ഇടപെടുകയാണ്. അത് തന്നെയാണ് വലിയ ചോദ്യം. അതായത് ഇന്നലെ വരെ സമാധി എന്ന് പറഞ്ഞാൽ ഇതാരും കാണാൻ പാടില്ല, ഇതൊരു വല്ലാത്ത മുഹൂർത്തത്തിൽ മാത്രം ഒളിച്ചു ചെയ്യേണ്ട ചില പ്രക്രിയയാണെന്ന് പറഞ്ഞവർ നാളെ ഒരു മത്സരം പോലെ ആഘോഷമാക്കി അതിനെ ഘോഷയാത്രയോടുകൂടി ആളുകളുടെ മുമ്പിൽ വെച്ച് മഹാസമാധിയിലേക്ക് പോവുകയാണെങ്കിൽ അപ്പോൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നതൊക്കെ എവിടെ പോയി? അപ്പോൾ ഇതെന്ത് തരം ആചാരമാണ്? ഇതാരെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? വളരെ നന്ദി. ചർച്ചയിൽ ചേർന്നതിന് അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ, അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, ഡോക്ടർ മോഹൻ റോയ്, മിഥുൻ വിജയകുമാർ, ഒപ്പം PS ശ്യാംകുമാർ. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.